പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഒരു ജിന്നിനോടോ ഒരു മലക്കിനോടോ എന്തെങ്കിലും സഹായം ചോദിക്കാൻ? ഒരു ഭൗതിക സഹായം പറഞ്ഞു തന്നിട്ടില്ല. ഒന്നും ചോദിക്കാൻ പാടില്ല. എന്താ ചോദിച്ചാൽ സലഫി ഉലമാക്കൾ പറഞ്ഞു അത് ശിർക്കിലേക്കുള്ള വഴിയാണ്. ശിർക്കിന്റെ ഹുക്കം എന്താ? ഹറാം. ശിർക്കിലേക്കുള്ള വഴിയാണെങ്കിൽ അതിന്റെ ഹുക്കം എന്താ? ഹറാം. അതുകൊണ്ട് പാടില്ല. ഹറാം എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്താൽ കുറ്റമുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ഇപ്പൊ ചില ആള് പറയാ ഹറാം എന്ന് പറഞ്ഞാ പോരാ, ശിർക്ക് തന്നെ പറയണം. എല്ലാം ശിർക്ക് എന്ന് പറയാം. മദ്യപാനം ശിർക്ക് എന്ന് അറിയില്ലേ നമ്മള്? ഹറാം. വ്യഭിചാരം ശിർക്ക് എന്ന് അറിയില്ലേ? ഹറാം. അല്ല നിങ്ങൾ വ്യഭിചാരം ശിർക്ക് തന്നെ പറയണമെന്ന് ഒരാൾ വാശി പിടിച്ചാൽ നിങ്ങളെന്ന് പറഞ്ഞോളി, നമുക്ക് പറയാൻ പറ്റുമോ? ഒരു ശിർക്കാരി ശിർക്കല്ലാതെ ചെയ്യാന്നർത്ഥം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ ആദർശം. മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ പറഞ്ഞു പോകുന്നതാണ് ഇതിൽ ശിർക്കില്ല, ഇങ്ങനൊരു സാധ്യതട്ടുണ്ട്, അത് ശിർക്കില്ലാത്തതാണ്. എന്നിട്ടത് വലിയ അപകടകരമായ വാദമാണ്, ശിർക്കൻ വാദമാണ്, അത് തിരുത്തേണ്ടതാണ്. അതൊക്കെ 2012 KNM ഇലക്ഷൻ ഉണ്ടാക്കിയതാ, വല്ല ഒന്നല്ല. ഇനി അനസ് മുസ്ലിയാർ തന്നെ പറഞ്ഞിട്ടോളൂ. ഇതൊക്കെ കേട്ടിട്ടപ്പോ 100 ചില്ലാൻ ആള് പോയി തിരുവനന്തപുരത്ത്. അടുത്ത് ഞാൻ അതാ വിവരിക്കാൻ പോണത്. അനസ് മുസ്ലിയാർ പറഞ്ഞിട്ടോളൂ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ട്. ഇവര് പണ്ടേ ചോദിക്കണ്ട്. പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുപടിയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ വന്ന് അവിടെ വന്ന് നിന്നപ്പോ അറീസ് അറീസ് എന്ന് ചോദിച്ചില്ലേ? അറീസ് അറീസ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദ് മറുപടി പറയാം. വീണ്ടും ഇവർ ചോദിക്കും സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട് അയ്യൂക്കും ആരാണ് അർശിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അനസ് മുസ്ലിയാർ തൗബ ചെയ്താ തീരുവോ? തീരൂല. മുജാഹിദുകളോട് പണ്ടേ ചോദിക്കുന്ന ചോദ്യം, വർഷങ്ങൾക്ക് മുമ്പേ മുജാഹിദുകൾ കൊടുക്കുന്ന മറുപടി, അത് തിരുത്തണം എന്നാ പറഞ്ഞത്. അപ്പൊ എന്ത് തിരുത്തണം എന്നാ? മുജാഹിദുകളുടെ പഴയ മറുപടികൾ തിരുത്തണം. ആരാ അവിടെ ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചത്? നിങ്ങൾ പറ. മുജാഹിദുകൾ പണ്ടേ കൊടുക്കണ മറുപടിയാ. യാ ഇബാദല്ലാന്നില്ലേ, അഗിസ് അഗിസ് ഹാജറാബി പറഞ്ഞില്ലേ? അതിനൊക്കെ കൊടുക്കുന്ന മറുപടി എന്താ? അതിൽ അഭൗതികതയില്ല, കാര്യകാരണബന്ധത്തിനപ്പുറത്തുള്ള സഹായമല്ല, അത് പ്രാർത്ഥനയല്ല, അതുകൊണ്ട് ശിർക്കല്ല. അതാണ് മുജാഹിദുകളുടെ പഴയ മറുപടി. ആ മറുപടി വർഷങ്ങളോളം കൊടുത്തിട്ട് KNM ഇലക്ഷൻ വന്നപ്പോ പറയാണ് നമുക്ക് പുതിയ മറുപടി വേണം, നമുക്ക് മാറ്റം വരുത്തണം, എല്ലാവരും ഒപ്പിടണം, ഒപ്പിട്ടില്ലെങ്കിൽ പുറത്താക്കും. അതാണ് നിർബന്ധിച്ച് ഒപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാണെന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞപ്പോ ഞാൻ മടിച്ചു. ലോകത്തൊരു പണ്ഡിത സംഘടനയും പറയാത്തത് നമ്മൾ പറയാൻ പറ്റുമോ? ഒരൊറ്റ സലഫി ഉലമാക്കളും പറയാത്തത് നമ്മൾ പറയാൻ പറ്റുമോ? നമ്മൾ സൂക്ഷ്മത കാണിക്കണ്ടേ? ഒരു വ്യക്തിയല്ലല്ലോ, ഇതൊരു പണ്ഡിത സംഘടനയല്ലേ. കാലങ്ങൾ കഴിഞ്ഞാലും KJUവിന്റെ മിനിറ്റ്സിൽ ഇത് ഉണ്ടാവൂലേ എന്ന് ഞാൻ ചോദിച്ചപ്പോ ഭീഷണിയാ പിന്നെ ഉണ്ടായത്. ഇജ് ഒപ്പിടാതെ ഇവിടെ നിന്ന് ഇറങ്ങിയ, ഇജ് പുറത്ത് കണ്ടിറങ്ങിയ പോണത് പുറത്തേക്ക് തന്നെ ആയിരിക്കും, ഇജ് അകത്തുണ്ടാവൂല, സംഘടന രണ്ടാകും, ശിർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകളെ നിന്നെ നേതാവാക്കും. കാളെ പിറ്റേന്ന് ഇപ്പൊ ഈ കേരള ചരിത്രത്തിൽ ചെറുശ്ശേരിയെ പോലെയും കാന്തപുരത്തെ പോലെ ഇരിക്കാൻ ഓർക്കുക. സക്കരിയ ഒരൊറ്റ ഒപ്പുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കും. എന്താണ് എനിക്കത് അനുവദനീയാന്ന് അഭിപ്രായം ഇല്ലല്ലോ. അത് ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്, ആ ബാബു അടക്കേണ്ടതാണ്, വർജിക്കപ്പെടേണ്ടതാണ്. പിന്നെന്താ ഒപ്പിടുന്നതിന്? രണ്ടായാലും ഇത് നടക്കണ കാര്യമല്ലല്ലോ, ഇല്ലല്ലോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ചിന്തത ഒഴിവാക്കാൻ വേണ്ടി, ഫിത്ന ഒഴിവാക്കാൻ വേണ്ടി എനിക്കാണിച്ചത് അനുവദനീയാന്ന് എനിക്കും അഭിപ്രായം ഇല്ലല്ലോ. രണ്ടു ഒട്ടും ഹറാമാന്നുള്ളിൽ എല്ലാവരും യോജിച്ചിരിക്കുന്നു. ആ നിലക്ക് ഞാൻ ഒപ്പിട്ടു. അപ്പോ അതോടെ പ്രശ്നം അവസാനിക്കണം. നമ്മക്കിടയിൽ രണ്ടഭിപ്രായം ഉണ്ടാകണ്ടെന്നിട്ടാണ് TP ഒപ്പിടിച്ച്. പിറ്റേന്ന് മുതൽക്ക് സക്കരിയ ഞങ്ങൾ ഒപ്പിടിച്ചു, നിർബന്ധിച്ച് ഒപ്പിടിച്ചു, അപ്പൊ അതും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വസ്തുത എന്താണ് എന്ന് വിശദീകരിച്ചു. അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം മാറ്റിക്കിട്ട് പുതിയൊരു ആദർശം കൊണ്ടുവന്നു. എന്നിട്ട് ആ ആദർശത്തിന്റെ പേരിൽ സഹപ്രവർത്തകന്റെ പേരിൽ ശിർക്ക് ആരോപിച്ചു. അങ്ങനെ KNM പിടിച്ചെടുത്തു. KNMന്റെ സ്ഥാപനങ്ങളൊക്കെ കൈവശപ്പെടുത്തി, സംഘടന പിടിച്ചടക്കി. ഇനിയിപ്പോ ISMന്റെ നേരെ തിരിയാൻ എപ്പോഴത്തെ പരിപാടി? KNMന്റെ ഏതായാലും ഒരു പരുവത്തിലായല്ലോ. ഞാനാണ് പുറത്തുമായി. ഞാൻ വരുന്നതിനും പോലും പറഞ്ഞിരുന്നു ഒന്നാമത്തെ അജണ്ട സക്കരിയ സലാഹിയെ പുറത്താക്കലാണ്. അത് കഴിഞ്ഞു. പിന്നെ ISMന്റെ കഴിഞ്ഞ കൗൺസിൽ നിലവിൽ വന്നു. ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ ആരാണ് KNM പ്രതിനിധിയായിട്ട് പോവുക എന്ന് ചർച്ച വന്നു സെക്രട്ടേറിയറ്റിൽ, KNM സെക്രട്ടേറിയറ്റിൽ. അപ്പൊ ഈ കോക്കസ് നേതാവ് അബ്ദുറഹ്മാൻ സലഫി പറയാ, ഞാനാണ് പോണതെങ്കിൽ ഞാനൊരു പാനലുണ്ട് അവതരിപ്പിക്കും, അത് അംഗീകരിച്ചില്ലെങ്കിൽ പിരിച്ചു വിട്ടിട്ട് ഞാൻ പോരും.
അപ്പൊ മറ്റൊരു സെക്രട്ടറി പറഞ്ഞത് ശരിയല്ലല്ലോ നിങ്ങളാ പറഞ്ഞത്. നിയമപരമായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അങ്ങനെ പിരിച്ചുവിടാൻ പറ്റുമോ? അങ്ങനെ അത് നടന്നില്ല. ആ ദേശീയാൾക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പൊ ഇക്കഴിഞ്ഞ 30/9/2012 എടവണ്ണ ജാമിയയിൽ വെച്ച് വീണ്ടും ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് കൂടി ISMനെ പൊളിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചാളൊക്കെ വിളിച്ചു കൂട്ടി, ഇയാൾ ISM അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചപ്പോ കൂടെയുള്ള ചില ഗ്രൂപ്പ് കോക്കസിൽ പെട്ടവര് ഇയാളാ വർത്താനം കേട്ടങ്ങോട്ട് പൊന്തമ കയറിയിട്ട് അങ്ങോട്ട് പിരിച്ചു വിട്ടാൽ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു ഭയങ്കര എതിർപ്പുണ്ട്, അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ പിരിച്ചു വിട്ടൂടാ. ISMൽ നിന്ന് തന്നെ എതിർപ്പ് വരണം. അതിനെന്ത് വേണം? കൗൺസിലർമാരെ പിടിക്കണം. എന്നിട്ട് കൗൺസിലർമാർ KNMന് ഒരു കത്ത് കൊടുക്കണം. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ KNM നടപടിയെടുക്കാം. അങ്ങനെ കഴിഞ്ഞ സംസ്ഥാന കൗൺസിൽ കുറച്ചാളുകളെ ചട്ടം കെട്ടി മജീദ് സലാഹിയുടെ നേതൃത്വത്തിൽ കുറച്ച് ഗുണ്ടായിസം ബഹളം ഉണ്ടാക്കാൻ നോക്കി. അപ്പോ ISM നേതാക്കൾ സംയമനം പാലിച്ചു. ISM നേതാക്കൾ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എന്നൊക്കെയുള്ള പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അവർ ശരിക്കും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പ്രസംഗിച്ചു. അങ്ങനെ വല്ലാതെ ബഹളുണ്ടാക്കിയപ്പോ നേതാക്കൾ പറഞ്ഞു കൗൺസിലർമാരൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ബാക്കിയായത് 6 ആളും മജീദും. മനസ്സിലായില്ലേ? എന്നിട്ട് അവർ തയ്യാറാക്കി കൊണ്ടുവന്ന കോക്കസ് നേതാവിന്റെ നിർദ്ദേശപ്രകാരമുള്ള കത്ത് കൊടുത്തു. ഒപ്പിടാൻ ഒരു 8 ആളെയും കൂടി കിട്ടിയില്ല. മജീദ് ഏതായാലും ഒപ്പിട്ടില്ല. ഇതൊക്കെ നിഷേധിക്കട്ടെ, ഞാൻ പല സ്റ്റേജിൽ പറഞ്ഞു, ഇതിനൊന്നും മറുപടിയില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ ജിദ്ദ ക്ലിപ്പില്ലേ, എത്ര സ്ഥലത്ത് പറഞ്ഞു, വളരെ ക്ലിയർ ആണുള്ള വിഷയം. ഒരു സ്ഥലത്തും മറുപടിയില്ല. 1-2 സ്ഥലത്ത് അനസൊന്ന് നിരങ്ങി നോക്കി. നിരങ്ങിയപ്പോ കൂടുതൽ വഷളായി. അബ്ദുറഹ്മാൻ സലഫി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തെളിവിലൊക്കെ കൊടുത്തു നോക്കി. അതൊന്നും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഇത് നിഷേധിച്ചാൽ ഞാൻ പറയും ജാമ്യയിൽ ഇന്ന റൂമിൽ വെച്ചാ മീറ്റിംഗ് നടന്നത്, ഇന്നോലൊക്കെയാ പങ്കെടുത്ത്, ഞാൻ പറയും നല്ല പരിപാടി. അപ്പൊ അതുകൊണ്ട് ISMനെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, MSMനെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ കോക്കസിനെ നമ്മൾ ഈ സംഘടനയിൽ നിന്ന് പുറത്ത് ചാടിച്ചിട്ടില്ലെങ്കിൽ ഈ സംഘടന നശിക്കും, യാതൊരു സംശയമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ ഒറ്റക്കെട്ടായി പറഞ്ഞിരുന്ന, വർഷങ്ങളായി പറഞ്ഞിരുന്ന ആരോപണങ്ങൾ, ഈക്കക്കാരും ഏപ്പിക്കാരും മടവൂരികളും പറഞ്ഞിരുന്ന ആരോപണങ്ങൾ ഇപ്പോൾ ഇവർ ഏറ്റെടുത്തു. എന്തിനു വേണ്ടി? അധികാരത്തിന് വേണ്ടി. അവസാനം നമ്മളങ്ങ് വിശദീകരിച്ചപ്പോൾ പിന്നോട്ട് പോയി. ഇപ്പൊ പറയാണ് അങ്ങനെ വാദല്ല. പിന്നെ എന്ത് കുന്തത്തിനാങ്ങൾ ഈ പാവം പ്രവർത്തകരെ തമ്മിൽ തല്ലിച്ചത്? എന്തിനായിരുന്നു ഇത്? നിങ്ങൾ മാപ്പ് പറയണം മുജാഹിദ് കേരളത്തോട്. വെറുതെ ഇല്ലാത്ത വാദമുണ്ടെന്ന് പറഞ്ഞ് ആളുകളെ തമ്മിൽ തല്ലിച്ച് ചേരി തിരിച്ച് പരസ്പരം കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയായി നാട്ടിലും വിദേശത്തും. അതല്ലേ ജമിയത്തുൽ ഉലമ വിശദീകരണം നടന്നത്? ഇപ്പൊ കണ്ടോ പുതിയൊരു ആരോപണം. സക്കരിയ സലാഹിയുടെ പ്രസംഗം കേട്ടിട്ട് 100ഓളം ആളുകൾ തിരുവനന്തപുരത്ത് സുന്നിയിലേക്ക് പോയിരിക്കുന്നു. എന്താ തെളിവ്? സിറാജ്. നല്ല മുതലാ സിറാജ്, അത്ര തെളിവ്. എന്നിട്ട് സിറാജിലത് വന്നാൽ അത് എടുത്തു പിടിക്കൽ ആരാ? കാന്തപുരത്തിന്റെ ആളുകള്. പക്ഷെ ഇവിടെ ആരെ എടുത്തു പിടിച്ചെന്നറിയോ? അത് നേരെ സൈറ്റിലിട്ടത് ഹിദായ. ഹിദായ പറഞ്ഞാൽ സന്മാർഗം എന്ന അർത്ഥം അല്ലേ? നമ്മൾ ആരെങ്കിലും മുജാഹിദ് ഒരാൾ പോയാൽ അത് കൊട്ടിഘോഷിക്കോ? സങ്കടല്ലേ നമുക്ക് ഉണ്ടാകുക? പടച്ചോനെ, തൗഹീദിൽ വന്ന ഒരാൾ ശിർക്കിലായി പോയി മരിക്കുകയാണല്ലോ അല്ലേ? എന്നാൽ ഹിദായ മൾട്ടിമീഡിയന്റെ സൈറ്റിൽ ആദ്യം നിങ്ങളൊന്ന് കണ്ടോളി. എന്നിട്ട് എന്നോടൊരു ഉപദേശം, സക്കരിയ മൗലവി, നിങ്ങൾ ഈ പ്രവർത്തനം ആർക്കാണ് ഉപകാരപ്പെടുക? സക്കരിയ സലാഹിയെ കൊണ്ടു നടക്കണോല് ചിന്തിച്ചോളി. ഇതാ ആളുകൾ ഇതാ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കുതന്ത്രം നടക്കുമ്പോ ഇങ്ങനത്തെ ഒരു വാർത്ത ഉണ്ടായ ആദ്യം നമ്മൾ എന്താ ചെയ്യാ? കാന്തപുരത്തിന്റെ ആളുകൾ ഈ മുടിസുന്നികളാ പറയണത്. അപ്പൊ ആദ്യം നിജസ്ഥിതി അന്വേഷിക്കണ്ടേ? ഖുർആൻ പറഞ്ഞത് എന്താ? ഹിദായക്കാരൻ പഠിച്ചു വെച്ചോ, ഒരു അധർമ്മകാരി ഒരു വാർത്ത കൊണ്ടുവന്നാൽ അതിന്റെ നിജസ്ഥിതി നിങ്ങൾ അന്വേഷിക്കണം, അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് ഫോർവേഡ് ചെയ്തിട്ട് ഒരു ഖൗമിനെ നിങ്ങൾ അജ്ഞതയിലൂടെ അവിവേകത്തിലൂടെ അവർക്ക് നിങ്ങൾ ആപത്ത് വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അന്വേഷിച്ചുറപ്പുവരുത്താതെ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ ആളുകൾ ഖൗമിനെ നിങ്ങൾ ആപത്ത് വരുത്തി വെക്കലാകും. പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ടി വരും. ഇപ്പൊ ഹിദായ പിൻവലിച്ചു എന്നാ കേട്ടത് അല്ലേ? പിൻവലിച്ചണോ? വല്ല സൈറ്റിൽ ഇപ്പോഴുണ്ടോ? ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് ഫോർവേഡ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പിൻവലിക്കേണ്ടതാണത്. ഇത് ഹിദായ മൾട്ടിമീഡിയ അല്ല, ഇത് ലലാല ഉൾട്ടാ മീഡിയയാണ് എന്ന് ഞാൻ പുളിക്കൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ചില ആളുകൾക്ക് പൊള്ളി എന്നാണ് കേട്ടത്. പൊള്ളി കിട്ട് കാര്യമല്ല, ലലാലത്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, യാതൊരു സംശയമല്ല. ആരാ പോയത്? RSSകാരനായ രാകേഷ്
ആദ്യം കാന്തപുരം സുന്നിയുടെ കൂടെ കൂടി. എന്നിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോ നീപ്പിച്ചിരുത്തിയ ബിംബത്തെ പൂജിച്ചിരുന്നവൻ കിടത്തിയിട്ട ബിംബത്തെ കെട്ടിപ്പിടിക്കുന്ന ജാറത്തെ കെട്ടിപ്പിടിക്കുന്ന ജാറത്തെ മുത്തുന്ന ആളുകളെ കണ്ടു. അപ്പൊ അവൻ മുജാഹിദായിട്ട് MSMന്റെ പ്രോഫ് കോണിൽ അവൻ സംസാരിച്ചത് കേട്ടോളൂ. ഈ കേരളത്തിലെ വലിയ മതപണ്ഡിത പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന സുന്നി പ്രസ്ഥാനം, അതിന്റെ നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടെ വന്ന് കാണുകയും അവിടെ നിന്ന് ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയും അങ്ങനെ ആ സമയം സ്വീകരിച്ച് ആ പ്രസ്ഥാനത്തിലേക്ക് പോവുകയും ചെയ്തു. കാരണം ഇസ്ലാം എന്തെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്തരം ആളുകളാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരെന്ന് കാണുകയും അവരുടെ വേഷ സംവിധാനവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ ആദർശം ഉൾക്കൊള്ളുകയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അതിലേക്ക് കടന്നു പോവുകയും അവിടെ പോയപ്പോൾ എന്റെ സമുദായത്തിൽ ഉണ്ടായതിനേക്കാൾ അതിനപ്പുറമായ അവസ്ഥ. എന്താണ് അവിടെ കാണുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. ആളുകൾ ഇവിടെ നിർത്തിയിരിക്കുന്ന ബിംബത്തിന് മുമ്പിൽ അവരുടെ കാര്യങ്ങൾ അർപ്പിക്കുകയെന്ന് ഒരു ബോധമുണ്ടെങ്കിൽ ഈ ആളുകൾ പറഞ്ഞ് ഇതിലൂടെ മറ്റൊന്ന് കണ്ടെത്തുമെന്ന് പറയുന്ന ആളുകൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള അപ്പുറമുള്ള കാര്യങ്ങൾ. അങ്ങനെ കേരളത്തിലൊട്ടാകെ ഒരു സിയാർത്ത് ടൂർ സംഘടിപ്പിക്കുകയും കാന്തപുരത്തിനോട് പല സിയാർത്ത് ടൂറുകൾ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് മക്ബറകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാന്തപുരത്തിന്റെ ആ ഷേഖിന പല ഖബറുകളിലെയും തുണികൾ മുത്തുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്തരം ഒരു മത ആചാര്യൻ ഏകദൈവ വിശ്വാസത്തിനെ കൂടുതൽ പ്രോത്സാഹനം ചെയ്യുന്ന ഇസ്ലാമിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതും അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടത് എവിടുക്ക? വീണ്ടും കാന്തപുരത്ത് തന്നെ. നമ്പൂരി ചാണകം കണ്ടിട്ട് ചാടി നന്നു നേരെ ചാണകത്തിന്റെ നടുവില് എന്നതുപോലെ കാന്തപുരത്തെ രക്ഷപ്പെട്ട് നമ്മളെടുത്ത് വന്നു. എന്നിട്ടോ ഇപ്പൊ പിന്നെ ഖബറിനെ കെട്ടിപ്പിടിക്കുന്ന കാന്തപുരല്ലേ അവിടെ ഉള്ളത്? ഇപ്പൊ ഖബറിനെ മുത്തന കാന്തപുരല്ലേ രാകേഷ് അവിടെ ഉള്ളത്? ഇപ്പൊ രാകേഷ് എന്ന പേരഞ്ഞ് നല്ലത്, കാരണം രണ്ട് ഏതാണ്ട് ഇപ്പൊ ഒന്ന് തന്നെയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാണ് കെട്ടിഘോഷിച്ചത്. ഇവര് മാത്രല്ല, അനസ് മുസ്ലിയാർ പുളിക്കൽ വന്നിട്ട് സക്കരിയ മൗലവി നിങ്ങളാണ് ഇതിന് ഉത്തരവാദി, നിങ്ങളെ കൊണ്ടാണ് ഇതുണ്ടായത്. ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയി വിശദീകരിച്ചിരുന്നു. ഈ കോക്കസിന്റെ വിശദീകരണം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിരുന്നു. മനസ്സിലായില്ലേ? കോക്കസിന്റെ വിശദീകരണം അവിടെ പാളിപ്പോയി. ആളുകൾ അവസാനം സ്റ്റേജ് വരെ കയ്യേറിയിട്ട് ഓല് പറയൽ തുടങ്ങി. അതാ വിഷയം. അത് മറച്ചു വെക്കാനാണ് ഇപ്പൊ എന്ത് പറയണത്? സക്കരിയ സലാഹിന്റെ പ്രസംഗം കൊണ്ട് ഒരാൾ പോയിട്ടുണ്ട്. സക്കരിയ സലാഹി ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളായിട്ട് KNM പുറത്താക്കി. എന്നാ പിന്നെ നിങ്ങൾ KNMൽ നിൽക്കല്ലേ വേണ്ടത്? ഞാൻ പുറത്തല്ലേ, എന്റെ കൂടെ നിങ്ങളും പുറത്തേക്ക് വരിക. എന്ത് പോയത്താ? അല്ലെങ്കിൽ മടവൂരിയാകണം. എന്നാ പിന്നെ അതാ വേണ്ടത്. സക്കരിയ സലാഹി ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ആളാണ്, അതുകൊണ്ട് ഞങ്ങൾ മടവൂരിലേക്ക് പോകുന്നു. ഇത് പോയത് ഖുറാഫിലേക്കാ. വാസ്തവത്തിൽ ഇവൻ ഖുറാഫാത്തിലേക്ക് വീണ്ടും തിരിച്ചു പോയിട്ട് ഒരു കൊല്ലത്തോളായി. 2011 ഫേസ്ബുക്കില് ഇവൻ എന്ത് ചെയ്യുന്ന സംവാദം നടത്തലുണ്ട്. ഇവന്റെ പേര് വെച്ചോണ്ട് NVR ട്രിവാൻഡ്രം എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമോനെ. അതിൽ എഴുതിയിട്ടുള്ളത് എന്താ? ഖുറാഫി വാദങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഖുറാഫി വാദങ്ങൾ നമുക്ക് മറുപടിയായിട്ട്. പേര് NVR ട്രിവാൻഡ്രം. 2011 ഒക്ടോബറിലുള്ളതാണ് ഇപ്പോൾ സൈറ്റിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിപ്പോ 2012 ഒക്ടോബർ. ഒരു കൊല്ലം മുമ്പ് ഖുറാഫാത്തേക്ക് പോയിക്കണം. എന്നിട്ട് ഈ അനസുമല്ല ഇവിടെ വന്നിട്ട് പറയാ, പുളിക്കൽ വന്നിട്ട് സക്കരിയ സലാഹിന്റെ പ്രസംഗം കേട്ടിട്ട് മിഞ്ഞാന്ന് പോയതാന്ന്. എന്തൊരാഭിക മനുഷ്യൻ അധപ്പതിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇനി നോക്കൂ, ഫേസ്ബുക്കിൽ അവന്റെ സൈറ്റില് അവന്റെ പേജില് അവൻ ഇഷ്ടപ്പെട്ടത് ആരെയൊക്കെയാണ് ലൈക്സ് എന്നിട്ട് കൊടുത്തിരിക്കുക എന്ന് കാണിച്ചു കൊടുക്ക്. ഒന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം, അങ്ങനെ ഒരു വൈകാരികത ഉണ്ടോന്. രണ്ടാമത്തത് ശ്രീമാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അൽ ബാഖവി അൽ മലൈബാരി അശേഖ്. ആരെ ഇവനാണ് ഇപ്പൊ മിഞ്ഞാന്ന് പോയി 2011 മറ്റൊക്കെ ഖുറാഫികൾക്ക് വേണ്ടി വാദിച്ചെന്ന് പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് എന്റെ നിക്കാഹ് നടത്തി കൊടുത്ത ആരാന്നറിയോ? സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ. കണ്ടോളി, കണ്ട 1.5 മാസമായി എന്നും പറഞ്ഞ അതിലപ്പുറമായി എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ അനസ് മുസ്ലിയാരെ? അങ്ങ് വിളിച്ച് കൂവല. കേട്ടത് പാതി കേൾക്കാത്തത് പാതി. കാളെ പറ്റൂന്ന് കയറെടുത്തോന്നറിയില്ല. ഇതൊക്കെ ഖുറാഫിയുള്ള സ്വഭാവല്ലേ? ഒരു മുജാഹിദ് സന്തോഷിക്കോ? ഒരു മുജാഹിദ് സ്റ്റേജിൽ ഞങ്ങളിൽ നിന്ന് കുറെ ആളുകൾ പോയിട്ടുണ്ടോ എന്ന് കൊട്ടിഘോഷിക്കോ? AP സുന്നിയുടെ നിലവാരത്തിലേക്ക് തരംതാഴ്ന്നു പോയല്ലോ ഈ മുസ്ലിയാര്. എന്നാ സുഹൃത്തുക്കളെ,
2-3 ദിവസം മുമ്പ് ഹുസൈൻ സലഫി കാസർഗോഡ് വന്നിട്ട് ഈ വിഷയം അദ്ദേഹം സംസാരിച്ചൊന്ന് കേട്ടോളൂ നിങ്ങൾ. പ്രസ്ഥാനത്തോടും ആദർശത്തോടും സ്നേഹമുള്ളവർ ഇത്തരം വിഷയം വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചിട്ട് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യുക, അല്ലാതെ സിറാജ് വിശ്വസിച്ച് നടക്കല്ല. കേട്ടോളൂ. പിന്നെ നിങ്ങൾ ചില ചാരന്മാരൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് ഇതിനെ തകർക്കാൻ നോക്കും. താൽക്കാലിക ലാഭമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കുറെ ആള് പോയി, ഒരു ഗ്രാമം മുഴുവൻ പോയല്ലോ മുജാഹിദിന്. അപ്പോഴാണ് നമ്മൾ അറിയണത് ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ട്. ഇവരാദ്യം പറയുന്നത് മുജാഹിദിൽ ആരുമില്ല. ഒരു 1.5 മുജാഹിദ് ഇവിടെ, 2.5 മുജാഹിദ് കാസർഗോഡ്, ഒരു 1.25 മുജാഹിദ് പാലക്കാട്. ഇപ്പൊ നോക്കുമ്പോ തിരുവനന്തപുരത്ത് ഒരു ഗ്രാമം മുഴുവൻ മുജാഹിദാണല്ലോ. ഇവരെ കൂട്ടത്തിലേക്കാണ് പോയപ്പോ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ആൾക്കാർ ഇവരോട് ചോദിച്ചു, അല്ല മൂലയന്മാരെ, ഒരു ഗ്രാമത്തിൽ മുഴുവൻ ഇത്രയും മുജാഹിദുകൾ ഉണ്ടായിരുന്നോ തിരുവനന്തപുരത്ത്? നമ്മളെ ഭീമാപ്പള്ളി അവിടെ ഉണ്ടായിട്ട് ഇത്രയും മുജാഹിദ് ഒരു ഗ്രാമത്തിലോ? ഒരു മൂലയര് പറഞ്ഞു, ഒരു ഗ്രാമത്തിലൊന്നും അത്രയൊന്നും ഇല്ല, 100 ആളാണ്. 100 ആളാണ്. അപ്പൊ 100 ആളൊക്കെ ഉണ്ടോ? ഇല്ല, 100 അല്ലേ, 80 ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ 80 ഒക്കെ ഉണ്ടായിരുന്നു, അവരെ പേരൊക്കെ ഒന്ന് പുറത്തു വിടുക. അല്ലാതെ ഒരു 0 കൂടി, അത് 8 ആയിരുന്നു. 8 കഴിഞ്ഞിട്ട് പൈര് പങ്കെടുത്ത 8 ആളുണ്ട്. ആ 8 ആളായിട്ട് പത്രസമ്മേളനം നടത്തിയപ്പോ അയാൾ പറയണം, ഞാനൊന്നും അറിയില്ല, എന്നെ അവിടെ കൊടുന്ന് ഇരുത്തിയപ്പോ ഞാൻ അവിടെ ഇരുന്നു എന്നല്ലാതെ എനിക്ക് ഈ വക പരിപാടിയൊന്നും അറിയില്ലായിരുന്നു എന്ന് അയാൾ. വേറൊരുത്തന് ഇതിന് നേതൃത്വം കൊടുത്ത ഒരുത്തനോ, ഓനാകെ ആൾമാറാട്ട വീരനാ. ഒരു സ്ഥലത്ത് എന്നാ ഓന് കുഞ്ഞമ്പത് എന്നാ പേര്, വേറൊരു സ്ഥലത്ത് എന്നാ ഓന് നവാബ് എന്നാ പേര്, വേറൊരു സ്ഥലത്ത് എന്നാ ഓന് വേറൊരു പേരാണ്. ഇങ്ങനെ ഒരുപാട് പേരിൽ നടക്കുന്ന ഒരുപാട് രൂപത്തിലുള്ള പ്രത്യേകതയുള്ള വേറൊരാൾ. അവസാനം നോക്കുമ്പോൾ ഉള്ളി തോലൊളിച്ച മാതിരി പീഞ്ഞി നോക്കുമ്പോൾ അവസാനം ഒത്തൂല്ല. എന്റെ പേരിലുണ്ട്. ഈ കോലത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ നിങ്ങൾ വിചാരിച്ചു? മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കിയ ഒരു കുട്ടികളെടുത്ത് കിട്ടൂല, ഒരൊറ്റ കുട്ടി കിട്ടൂല. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞതിന്റെ പേരിലാത്തവരെ അങ്ങോട്ട് പോയത്. എടോ, അതിലത്തെ കഥയായി പറഞ്ഞ് ശനിയാഴ്ച വിളിക്കേണ്ട ജിന്ന്, ഞായറാഴ്ച വിളിക്കേണ്ട ജിന്ന് എവിടേക്കായി പോണത്? അങ്ങനെ പോയി. പണ്ടേ ഇങ്ങോട്ട് വിട്ട ഒരു ചങ്ങാതി കാന്തപുരത്തിന്റെ കൂടെ നടന്ന് സർവ്വ ദർഗയിലും കയറി ഇറങ്ങിയിട്ട് ചാരനായി കയറി കൂടിയിട്ട് അതിലേക്ക് തന്നെ തിരിച്ചുപോയി പോലും. ഇപ്പൊ അടുത്താണല്ലോ മാറിയത്. അപ്പൊ തന്നെ അള്ള ഓരോ തെളിവുകൾ ഇങ്ങനെ ഇടൂലേ. ഇവന് 2-3 മാസം മുമ്പ് ഇവന്റെ നിക്കാഹ് കാന്തപുരം നടത്തിക്കൊടുക്കണ ചിത്രമൊക്കെ ഫേസ്ബുക്കിൽ. ഇന്നലെ മാറിയ ആള് 3 മാസം മുമ്പ് കാന്തപുരം നിക്കാഹ് കൊടുത്തു. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നിങ്ങൾ മറുപടി അറിയണം. മുജാഹിദിനെ നിക്കാഹ് കൊടുത്തിട്ട് കാശ് വാങ്ങാല്ലേ? കാരണം 3 മാസം മുമ്പ് മുജാഹിദല്ലേ? മുജാഹിദിനല്ലേ നിങ്ങൾ ഉസ്താദ് പോയിട്ട് കാനോത്ത് വെച്ചു കൊടുക്കുന്നത്? ഇപ്പൊ നിങ്ങൾ അതിന്റെ ഫീസ് വാങ്ങി മുജാഹിദിന്റെ ചോറ് തിന്നുമല്ലേ? അല്ല, ഓൻ പണ്ടേ മുജാഹിദല്ല. അപ്പൊ നിങ്ങളെ കള്ളി പൊളിഞ്ഞല്ലേ? അപ്പൊ ഇന്നലെ വന്നതല്ല അല്ലേ? ഇതൊക്കെ പ്രശ്നങ്ങളാ. ഓണ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേമാതിരി വേറൊരുത്തൻ കയറി കൂടി. എന്തോ KKP ഏതോ ഒരുത്തൻ അബ്ദുള്ള, പല ചാരന്മാരും കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇല്ലാത്ത ഒരുപാട് മഞ്ഞ പുസ്തകമോ നീല പുസ്തകമോ എന്തോ എഴുതി പിടിപ്പിച്ച് പലരെ കൊണ്ട് വിതരണം ചെയ്യിപ്പിച്ച് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് തോന്നിവാസം പ്രചരിപ്പിച്ചു. അവനും ചേരേണ്ടിടത്തേക്ക് ചേർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചാരന്മാരെ കൊണ്ടും മുജാഹിദ് പ്രസ്ഥാനം ഒലിച്ചു പോകുന്ന ആരും വിചാരിക്കട്ടെ. എല്ലാവരും മനസ്സിലാക്കി ഇവനൊരു ചാരനാണ്. KKP അബ്ദുള്ള എന്ന വലിയ ചാരൻ, അബ്ദുറഹ്മാൻ സലഫി വിട്ട ചാരനെ നമ്മൾ എന്ത് ചെയ്തു? പിടികൂടി. ഓപ്പ ഔട്ടായി. പിന്നെപ്പോ ഈ കാന്തപുരം വിട്ട ചാരനെ പിടിക്കാൻ പണി, പെട്ടെന്ന് പിടിക്കപ്പെട്ടു. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിജസ്ഥിതി അന്വേഷിച്ചിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക വേണ്ടത്. അതല്ലാതെ എതിരാളികൾ ഏറ്റുപാടുന്നത് ഇങ്ങനെ വിളിച്ചു കൂവുന്ന സ്വഭാവം ഒരിക്കലും ഒരു മുഅ്മിനിന് പാടില്ലാത്തതാണ്. അതാണ് അനസ് മുസ്ലിയാരോടും നവമടവൂരികളോടും നമുക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ അറിയോ? ആകെ 7 ആൾ അവിടെ ഉള്ളത്. 100 ആള് പോയി എന്നാ പറഞ്ഞത്. 2 ഗ്രാം ഒന്നിച്ചു പോയി എന്നാ പറഞ്ഞത്. മുമ്പൊക്കെ പറയലെന്താ? മുജാഹിദുകൾ അവിടെ ഉള്ളത് ഹുസൈൻ സലഫി പറഞ്ഞില്ലേ, ഇവിടെ 3 ആള്, മറ്റോടത്ത് 2 ആള്, മറ്റോടത്ത് 1.5 ആള്. പിന്നെ തിരുവനന്തപുരത്ത് 2 ഗ്രാം ഒന്നായിട്ട് കളവ് പറയുക, അത് പ്രചരിപ്പിക്കുക, എന്നിട്ട് അത് ഇവർ ഏറ്റുപിടിക്കുക. അപ്പൊ ഇവർ തമ്മിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. കാരണം ഞാൻ പ്രസംഗിച്ചു, പിറ്റേന്ന് രാവിലെ പത്രസമ്മേളനം, അതിന്റെ പിറ്റേന്ന് ഹിദായന്റെ സൈറ്റില്, പിറ്റേന്ന് അനസിന്റെ പ്രസംഗം പിടിക്കല്. ഇതൊക്കെ പാടെങ്ങനെ ഒത്തുവരുമ്പോ നിങ്ങളേറ്റ പൈസ കൊടുത്ത് പത്രസമ്മേളനം നടത്തിച്ചതാണോ? അങ്ങനെ ചില പൈസക്കാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊപ്പം. എന്തിനാണ് വെറുതെ നാറാൻ നിൽക്കുന്നത് മുസ്ലിയാരെ? നിങ്ങൾക്കറിയോ, അവിടെ പത്രസമ്മേളനത്തിന് കൂട്ടിക്കൊണ്ടുപോയ ആള് നമ്മളെടുത്ത് വന്ന് പറഞ്ഞത്, നമ്മൾ ആളുകൾ അഭിമുഖം നടത്തിയത് കേട്ടോളൂ. പിന്നെ പത്രസമ്മേളനം നടത്തിയ വ്യക്തിയാണല്ലോ അജ്മലിന്റെ കൂടെ പോയി. അത് യഥാർത്ഥത്തില് നിങ്ങള് ബോധപൂർവം, അതായത് മൂപ്പര് എല്ലാ കാര്യങ്ങളും പറഞ്ഞാണോ നിങ്ങളെ കൊണ്ടുപോയത്? ഇല്ല, അവൻ MSMൽ നിന്ന് രാജിവെച്ച് പോവുകയാണെന്നാണ് പറഞ്ഞു കൊണ്ടുപോയത്. അതിനാണ് കൊണ്ടുപോയത്. അവിടെ ഇരുന്നിട്ടാണ് അവൻ കാന്തപുരത്ത് ചേരുന്ന കാര്യം
വെളിപ്പെടുത്തിയത്. അജ്മലിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് പനച്ചമൂട്ടിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇക്കാര്യം അഭിപ്രായം എന്താണ്? അവന് അവിടെ പ്രവർത്തനമില്ല. പനച്ചമൂട്ടില് ഒരു പ്രവർത്തനവും ഇല്ല. സുന്നി പ്രവർത്തനം എന്തെങ്കിലും ഉണ്ടോ? അത് തുടങ്ങിക്കഴിഞ്ഞു. എന്നാ കഴിഞ്ഞ നോമ്പിന് എന്തോ അവിടെ നോമ്പിനെ ബുറുദ നടത്തി എവനാണെന്ന് ഉറപ്പാണ്. ഈ വിഷയത്തില് ഞാൻ വഞ്ചിക്കപ്പെട്ടവനാണ്. നിങ്ങളെ ഒരിക്കലും കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ആദർശത്തിൽ മാറുന്ന പ്രശ്നമില്ല. കാന്തപുരമായിട്ടോ കാന്തപുരത്തിന്റെ സംഘടനയുമായിട്ടോ ഒരു ബന്ധവും ഇല്ല എനിക്ക്. അത് 100 പേര് പോയി എന്നൊക്കെ പറയുന്നത്. അതിനവിടെ മൊത്തം 7 പേരാണ് യൂണിറ്റിലുള്ളത്. പിന്നെ എങ്ങനെ 100 പേര് പോകും? അജ്മലിനെ നിങ്ങൾ എത്ര കാലം മുന്നാണ് സംശയിക്കാൻ തുടങ്ങിയത്? ഞാൻ ഒരു കൊല്ലം വരും അതോട്ട് സംശയം തുടങ്ങി. പേരോടുമായിട്ട് ഇവൻ ബന്ധം വെച്ചപ്പോഴേ ഞാൻ നിങ്ങളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളാരും അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. പിന്നെ അവൻ നമ്മളെ വിട്ട് അവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ ചതിക്കുകയായിരുന്നു. അവൻ എങ്ങനത്തെ ചതിയാണ് ഉദ്ദേശിക്കുന്നത്? ഇത് വഞ്ചതിയാണ്. കൊണ്ടുവന്നിട്ടും കാര്യം പറയാതെ സ്റ്റേജിലിരുത്തിയിട്ട് കാന്തപുരത്തിൻ്റെ പോകണമെന്ന് പറഞ്ഞത് നമ്മളെ മനസ്സാവാച അറിയാത്ത ഒരു കാര്യമാണ്. കണ്ടോ, പാവപ്പെട്ട ആളുകളെ, വിവരമില്ലാത്ത ആളുകളെ കൊണ്ടുപോയി തെറ്റിദ്ധരിപ്പിച്ചു. MSF-ലും ഉണ്ട് ഇവൻ. MSF-ൽ വലിയ സ്ഥാനമൊക്കെ കിട്ടിയിരുന്നാണ്. ഇപ്പം MSF-ലോ MSM-ലോ എന്നൊന്നും അറിയില്ല. ഞാൻ രാജിവെക്കാൻ പോകണം, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു സാധുവിനെ കൂട്ടി കൊണ്ടുപോയി. കഴിഞ്ഞ റമദാനിൽ ബുർദ നടത്തിയവനാണ് AP പള്ളിയിൽ. എന്നിട്ടോ അപ്പം ഞാൻ നിന്റെ വിശദീകരണം കേട്ടുപോയി അറിയണേ. വിളിച്ചു കൂവുന്നവർക്ക് വേണ്ട എന്തെങ്കിലും ഒരു തലക്ക് ഒളിവ്. കണ്ടോ, ഇനി ഇയാളുടെ മോൻ പറയാണ് വാപ്പാനെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയതാണ്. കേട്ടോളൂ. നിങ്ങള് പിന്നെ യഥാർത്ഥത്തില് നിങ്ങൾ കാന്തപുരം സുന്നിയിലേക്ക് പോയോ? ഇല്ല, പോയിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചത്? ഞാൻ സ്ഥലത്തില്ലായിരുന്നു. വാപ്പായെ കൊണ്ടുപോയി. അതും MSF-ന്റെ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടാൻ വേണ്ടി കൊണ്ടുപോയിട്ട് വാപ്പതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു. അവിടെ കൊണ്ടുപോയതിന് ശേഷമാണ് വാപ്പ പറഞ്ഞ ഇത് KNM എന്നും ഒഴിഞ്ഞു മാറി കാന്തപുരത്തിൻ്റെ സുന്നി ടീമിലോട്ട് പോകുന്നു എന്നുള്ളത്. അപ്പം എൻ്റെ പേര്, ഞാൻ ഈ വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്ത് പോലും ഇല്ല. എൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ട് അവനെ ഒന്ന് കോൾ ചെയ്ത് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ കാന്തപുരത്തിൻ്റെ TV പോയി എന്ന് നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഫോൺ വിളിച്ച് ഞാൻ അവൻ്റെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് അത് നിൻ്റെ വാപ്പാരെ ചോദിച്ചാൽ വാപ്പായ പേരെ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്ന അവരുടെ ആദർശം അത് ഞങ്ങളുടെ മനസ്സിൽ അല്ലാതെ ഇറങ്ങിയ എന്നാണ്. വെച്ചാൽ തൗഹീദിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു ഇത് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ KNM, അതായത് കേരള നദ്വത്തുൽ മുജാഹിദീനാണ്. ഇപ്പോൾ ഏത് സംഘടനയായാലും എന്ത് ഡിമാൻഡ് കൊണ്ടുവന്നിട്ട് ഞങ്ങളടുത്ത് വരാൻ പറഞ്ഞാലും ഇതിൽ നിന്ന് മരിക്കുന്നത് വരെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പോവില്ല. കാരണം ഞങ്ങൾക്ക് കേരള നദ്വത്തുൽ മുജാഹിദീൻ പഠിപ്പിച്ച ആദർശവും അതിൻ്റെ ശൈലിയൊക്കെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിരാളികൾ ഒന്നിച്ചാക്രമിക്കുന്ന 2 ഉദാഹരണങ്ങളെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഉദാഹരണം പറയാൻ എനിക്ക് ഒരുപാട് പറയാണ്ട്. ഒന്ന്, നമ്മൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാന്ന് ഒരുമിച്ച് പറഞ്ഞു. ആദ്യം മടവൂരികൾ പറഞ്ഞു, പിന്നെ EK-ക്കാരെ ഏറ്റെടുത്തു, പിന്നെ AP-ക്കാരെ ഏറ്റെടുത്തു, ഇപ്പൊ മടവൂരികളെ ഏറ്റെടുത്തു. ഇതും അങ്ങനെ തന്നെ. AP-ക്കാർ പറഞ്ഞു, പിന്നെ കുറച്ച് മടവൂരികൾ വർത്തമാനത്തിൽ പ്രചരിപ്പിച്ചു, പിന്നെ മാധ്യമത്തിൽ ചില സ്ഥലത്ത് തോന്നുന്നുണ്ട്, പിന്നെ ഇവരങ്ങ് ഏറ്റെടുത്തു, നവമടവൂരികൾ ഏറ്റെടുത്തു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവർക്കൊക്കെ ഓരോ താല്പര്യങ്ങളുണ്ട്. ഈ ആരോപണം കൊണ്ടുവരുന്നവർക്കൊക്കെ ഓരോ താല്പര്യമുണ്ട്. പ്രചരിപ്പിച്ചവർക്ക് ദുഷ്ടലക്ഷ്യങ്ങളുണ്ട്. എന്താ ലക്ഷ്യം? മടവൂരികൾക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നവമടവൂരികൾക്ക് കഴിഞ്ഞ KNM ഇലക്ഷനിൽ കാണിച്ച തോന്നിയാസങ്ങളൊക്കെ ന്യായീകരിക്കണമെങ്കിൽ സംഘടനയിൽ കുറെ ആളുകൾ ശിർക്കിലേക്ക് പോയി ഇത് വരുത്തി തീർക്കണം. അങ്ങനെ അണികളെ പിടിച്ചു നിർത്തി അടുത്ത KNM ഇലക്ഷനും കൂടി സംഗതി പിടിച്ചെടുക്കണം. അതിനുവേണ്ടി ഇപ്പൊ തന്നെ ലൈവാക്കി നിർത്തുകയാണ്. പക്ഷേ വേണ്ടതുപോലെ ശിർക്കാരോപണ ക്യാമ്പയിൻ വിജയിച്ചില്ല. അവർക്ക് തന്നെ പിന്നോട്ട് പോകേണ്ടി വന്നു. കാന്തപുരം ടീമിനാണെങ്കിൽ മുടിയിൽ മുങ്ങിപ്പോയ ഗതികേടാ. കഴിഞ്ഞ ക്യാമ്പയിൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ഏതോ ഒരു അറബി പെണ്ണിന്റെ മുടി കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ മുടിയാന്നും പറഞ്ഞിട്ട് എന്തൊരാഘോഷമായിരുന്നു ഇവിടെ, അല്ലേ? കോടിക്കണക്കിന് ഉറുപ്പിയാണ് മുസ്ലിയാരത്തിന്റെ പേരിൽ പിരിച്ചെടുത്തത്. അതൊക്കെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഒന്നിച്ചു നേരിട്ട് പരാജയപ്പെടുത്തി.
എന്നിട്ട് ഈ മുസ്ലിയാര് ഉളുപ്പില്ലാതെ ഇവിടെ വന്നിട്ട് പറഞ്ഞ എന്താ അറിയോ, ആഗോള മുസ്ലിമീങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഈ കാര്യത്തിൽ ഇവർ ജിന്നിനെ കുറിച്ച് പറഞ്ഞുകൊടുക്കുകയാണ്. കേട്ടോളി മുസ്ലിയാരെ ബടായി. ആഗോള അടിസ്ഥാനത്തിൽ ഇപ്പം മുസ്ലിം സമുദായം നേരിടുന്ന വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് മുസ്ലിം സമുദായം എന്താണ് ഈ വെല്ലുവിളികളെ നേരിടാൻ വഴി എന്ന് ചിന്തിക്കുമ്പോൾ ഇവർക്കിവിടെ എന്താ ജിന്നുണ്ടോ അല്ലേ? ഇപ്പൊ മിഞ്ഞാന്നാണ് തുടങ്ങിയതാ അപ്പൊ വെല്ലുവിളി ആഗോള മുസ്ലിമീങ്ങൾക്ക്. ഈ വെല്ലുവിളി ഉള്ളപ്പോഴല്ലേ എങ്കിൽ ഈ പമ്പർന്നോളം മുടിയും കൊണ്ടുവരുന്നത് അല്ലേ? റസൂലുള്ളാന്റെ മുടിയാന്നും പറഞ്ഞാണ്ട് എത്ര സ്ഥലത്താണ് മീറ്റിംഗ് വെച്ചത്? എന്തൊരാഘോഷത്തിലാ കൊണ്ടുവന്നത്? റസൂലുള്ളാന്റെ മുടിയെ സംരക്ഷിക്കാൻ തിരുകേശ സംരക്ഷണത്തിനൊരു കേന്ദ്രം, 40 കോടിയുടെ പള്ളി ഷെയർ വിരിക്കുന്നു. മൗല്യർക്ക് 40%, ഉസ്താദിന് 60, അല്ലേ? 1000 കുറഞ്ഞ ഷെയർ ഇല്ല, ഒരു ഷെയർ 1000. അതിനും 40 അല്ല 400 കോടി കൊടുക്കാൻ പറ്റിയ മുതലാളിമാര് ആ റിയൽ എസ്റ്റേറ്റ് മാഫിയയിലുണ്ട്. ഒരു പള്ളി, ആ പള്ളിയുടെ ചുറ്റും ഒരു ഖുറാഫി സിറ്റി, അതിൽ കുറെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, മെഡിക്കൽ കോളേജ്, ആശുപത്രി, ഹൈപ്പർ മാർക്കറ്റുകൾ, ആയിരക്കണക്കിന് ഫ്ലാറ്റുകൾ, അതിലൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ആകർഷകമായി ഒരു മുടിയമ്പലവും. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ കളവ് പറഞ്ഞ് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. മർക്കസ് സമ്മേളനത്തിൽ അല്ലേ റസൂലുള്ളാഹിന്റെ മുടി പരമ്പരാഗതമായി സൂക്ഷിച്ചു വരുന്ന ഖസ്റജ് കുടുംബത്തിൽപ്പെട്ട ആള് നേരിട്ട് വന്നിട്ട് അതിന്റെ രേഖ കൈമാറുകയാണ്, അതിന്റെ സനദ് വായിച്ച് ഒപ്പിട്ട് കൈമാറുകയാണ്. ഹൗമങ്ങട്ട് ആവേശം കൊണ്ടില്ലേ കണ്ടോളി. ആ സമ്മേളനത്തിൽ അത് കൊണ്ടുവന്നൊരാരവാരം ഇപ്പൊ എവിടെ എത്തിപ്പോയെന്ന് കാണാലോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അതിന്റെ സനദ്, എന്റെ സനദ്, മുടിന്റെ സനദ് അറബി വായിച്ചു നോക്കുമ്പോഴോ മൂപ്പര സനദാ, മൂപ്പര പപ്പാന്റെ പപ്പാന്റെ പ. കേട്ടോളി വായിക്കണേ. فهذا سند مني أنا الواضع صحيحي في ختامه ومقيد اسمي هنا لبيانه وإعلانه. الدكتور الشيخ أحمد بن الجهبذ النحرير، عماد المحققين وفقيه المسلمين، مفتي المذهبين، العالم الجليل سيدي الشيخ محمد بن سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيدي الشيخ علي ابن العلامة الجليل سيدي الشيخ محمد ابن العالم العلامة ناشر العلوم പറഞ്ഞതെന്താ? അതിന്റെ സനത് പരസ്യമായി വായിച്ചുകൊണ്ട്. കാരണം സനത് ഇല്ലാന്നേറ്റ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പരസ്യമായിട്ട് വായിച്ചിട്ട് ഇപ്പൊ കൈമാറും. വായിച്ചു നോക്കുമ്പോ മൂപ്പരപ്പ പപ്പാപ്പനപ്പ ഇന്നാളെ മകൻ ഇന്നാളെ മകൻ. പിന്നെ പേരോട് തന്നെ പറഞ്ഞു വായിച്ചത് സനതല്ല നസബയാണ്, കുടുംബ പരമ്പരയാ വായിച്ചത്. അപ്പൊ സനത് എവിടെ പറഞ്ഞോളൂ, ഓരോട് പറയാ നസബയാ വായിച്ചത്. ഇത് ഞാൻ കൊടുക്കുന്ന സനതാണ്. ഞാൻ ആരാ അതാദ്യം പറയാ, എന്നെ തിരിയാതായി പോണ്ട. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി വമുഖയ്യിദു ഇസ്മി ഹുനാ ലിബയാനിഹി വഇലാനി الدكتور الشيخ أحمد بن النحرير عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورع المدقق العلامة الشيخ أحمد بن الإمام العالم العامل سيدي حسن ഇങ്ങനെ മൂപ്പര് ആരാണെന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുന്ന മൂപ്പരുടെ പേര്, മൂപ്പര ഉപ്പാന്റെ പേര്, ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാ. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല, അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് അൻസാബ്, നസബ. അപ്പൊ ഉപ്പ 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 ഇങ്ങനെ നസബ പറയാം. ഞാൻ ആരാണെന്ന് ആദ്യം പരിചയപ്പെടുത്തി. എനിക്കിത് കൊടുക്കാൻ യോഗ്യത ഉണ്ടോ അല്ലേ? അത് വേണല്ലോ. എന്തെങ്കിലും ഒന്ന് മനസ്സിലാണ്ടേ. ഒരാധാരം അല്ലെങ്കിൽ ഒരു കേസ്, ഒരു ഫയൽ, ഒരു വക്കീലന്മാരുണ്ടാവൂലേ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ,
ഒരു കേസ് കൊടുക്കുമ്പോ ആ കേസിന് ആദ്യം ഒന്ന് ടൈറ്റൽ, പിന്നെ ബോഡി, പിന്നെ പ്രയർ. അതെന്താ ടൈറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്, എന്റെ വിഷയം എന്താ. രണ്ടാമത്തത് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം, പ്രയർ എന്ന് പറഞ്ഞാൽ എന്താ അപേക്ഷിക്കുന്നത്. ഇങ്ങനെ ഓരോന്നിനും ഉണ്ടാവും. അപ്പൊ സെനത് കൊടുക്കുമ്പോ സെനത് കൊടുക്കുന്ന ആൾ ആരാണ് എന്ന് ടൈറ്റിൽ പറയാം. ടൈറ്റിൽ തന്നെ ഉള്ളൂ, സെനതില്ല. മൂപ്പര് പറഞ്ഞെന്താ, സയ്യിദ് ഹസറജി അവറുകൾ കൊണ്ടുവന്നിട്ടുള്ള മുടി അതിന്റെ സെനത് പരസ്യമായി വായിച്ചുകൊണ്ട് ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുകയാണ്. അല്ലാഹു അക്ബർ. വായിച്ചു നോക്കുമ്പോ സെനത് കൊടുക്കണോന്റെ നെസബേ ഉള്ളൂ, സെനത് ഇപ്പോഴും ഇല്ല. ചോദിച്ച് ചോദിച്ച് ഈക്കക്കാരങ്ങോട്ട് പിന്നാലെ കൂടിയെന്ന് മാത്രല്ല അവസാനം പറഞ്ഞു സെനത് അബുദാബിയിലുണ്ട്. ഇത്ര പൊന്താത്ത സാധനം ഈ സെനത്, അബുദാബിയിൽ ഇങ്ങോട്ട് വരാം. അവസാനം ഈക്കക്കാർ വെല്ലു വിളിച്ചു, ശരി നമുക്ക് രണ്ടു വട്ടർക്കും പോകാം, പ്ലെയിൻ ചാർജ് നമ്മൾ എടുക്കാം. ഏയ് അടിരേഖ അബുദാബിയിൽ ഉണ്ട് എന്നിട്ട് ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. കോടികൾ പിരിച്ച് മുസ്ലിമീങ്ങളെ വഞ്ചിച്ചു. അവസാനം കേട്ടത് എന്താ, ഹസറജിന്റെ ഒക്കെ അങ്ങനെ കെട്ടുകണക്കിന് മുടിയുണ്ട്, ഏതോ പമ്പർന്നോളം മുടി. നോക്കുമ്പോ അത് പോയതും ഇവിടുന്ന് തന്നെ, ബോംബെന്ന്. ജാലിയമ്പാലന്റെ മുടി, ജാലിയമ്പാല കെട്ടുകണക്കിന് ബോംബെ സൂക്ഷിച്ചത്. അതിനിപ്പോ ഈക്കക്കാർ പിടിക്കും കൊണ്ടുവന്ന് മുടി വേണോ മുടി ചോദിച്ചിട്ട് എല്ലായിടത്തും മുടിയാ. അതിനിപ്പോ വല്ല പണിയുണ്ടോ, നല്ലൊരു ബാർബർ ഷാപ്പേറിനേറ്റ് ഒത്താ പോരെ. ഏയ് എന്നിട്ട് അത് സൂക്ഷിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുടിയാന്നും പറഞ്ഞ് ബോംബെന്ന് അബുദാബി കൊണ്ടുപോയി. അബുദാബിന്ന് നേരെ മർക്കസിക്ക്, ഏതോ പമ്പർന്നോളം മുടി. ഇയാൾ പറയാം അടിരേഖ അബുദാബിയിലാണ് കേട്ടോളി. അത് കൂടി കഴിഞ്ഞാൽ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. രണ്ടാമത്തെ കേശം ഹസറജ് കൊണ്ടുവന്ന് തന്നു. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സെനത് പോലത്തെ സെനത് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു. എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് രേഖയാണ്. അപ്പൊ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും. ഒരു ഡോക്യുമെന്റ്സിക്ക് അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റ്. ഞങ്ങൾക്ക് ബാധ്യത എന്താണ് ബാധ്യത? അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാളാ പ്രസിദ്ധീകരിക്കുന്നത്. പത്രസമ്മേളനം അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല, ഞങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട വട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ തടസ്സം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടാം. അത് ബന്ധപ്പെടാണ്ട് അടിരേഖ തരാൻ അടിരേഖ ഉള്ളവനോടല്ലേ ചോദിക്കേണ്ടത്. എന്താ പറയുന്നത്? നമുക്കൊരു പറമ്പ് വിറ്റാല് അടിരേഖ ഉള്ള അയാളടുത്ത് വേറെയും കുറെ ഉണ്ടാവൂലേ? അപ്പൊ അല്ല, അയാളടുത്ത് ബന്ധപ്പെട്ട് വാങ്ങണോ? അപ്പൊ അതാണ് ഇപ്പൊ അടിരേഖന്റെ കഥ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതിലങ്ങോട്ട് പൊളിഞ്ഞു പോയി കാന്തപുരം മുസ്ലിയാരും ടീമും. മുടി കൊണ്ടങ്ങ് മെനക്കെട്ട് അവസാനം മുടിക്കച്ചവടത്തിന്റെ പാർട്ട്ണർ പേരോടും വഷളായി, എല്ലാരും വഷളായി. പേരോടും കാന്തപുരവും ഒക്കെ ഉൾക്കൊള്ള അവരെ മുശാവറയിൽ ഭയങ്കര ബഹളായി. ഈ മുടിയും കൊണ്ട് ഞങ്ങൾ കുടുങ്ങി, ഇത് ഒഴിവാക്കണമെന്നായി. പക്ഷെ 40 കോടി പിരിച്ചിട്ട് സ്വപ്ന നഗരിയിൽ സാങ്കല്പിക തറക്കല്ലിട്ടത് എവിടെ പോയതൊക്കെ? എത്ര കോടികളാ അവർ പിരിച്ചത്? എന്തിനൊക്കെ വേണ്ടി പിരിച്ചു? പണ്ട് കുറെ ക്രസന്റ് സിമെന്റിന് വേണ്ടി പിരിച്ചു, പിന്നെ അത് അതുല്യ സിമെന്റ് ആക്കി മാറ്റി, പിന്നെ കമാലിയ മെഡിക്കൽ കോളേജിന് വേണ്ടി പിരിച്ചു, അത് ബിലീവേഴ്സ് ചർച്ചിന് വിറ്റു. അല്ലേ? എന്തൊക്കെ നടത്തിവര്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അവസാനം മുടിക്ക് വേണ്ടി കോടികൾ പിരിച്ചു. എവിടെയത്? നിങ്ങൾ സമുദായത്തോട് പറയണം. അത് നിങ്ങൾ ജിന്നുമ കൂടിയിട്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ഞങ്ങളുടെ ഒരു മൂവർ സംഘം ഉണ്ടാക്കിയ ഫിത്തന അത് മുതലെടുത്തിട്ട് മുടിയിൽ മുങ്ങിപ്പോയ നിങ്ങൾക്ക് നവജീവൻ കിട്ടുമെന്ന് വിചാരിച്ചോ? നിങ്ങളെ ഞങ്ങൾ വിടൂല. നിങ്ങളെ മുടിന്റെ സനതും മുടിന്റെ അടിയാധാരവും അടിരേഖയും നിങ്ങളടിയാധാരവും ഞങ്ങളെ കണ്ട് അതൊക്കെ ഞങ്ങൾ പുറത്തെടുക്കും. നിങ്ങൾ എവിടുന്നാ വന്നത്, എവിടേക്കാ പോണത്, എന്താ നിങ്ങളെ ഉദ്ദേശം, അതൊക്കെ ഞങ്ങൾക്കറിയാം. സുഹൃത്തുക്കളെ, തനിച്ച വ്യക്തി പൂജയാണ്. ഏതു ക്യാമ്പയിൻ ഇവർ കൊണ്ടുവന്നാലും കാന്തപുരത്തെ വിഗ്രഹവൽക്കരിച്ച് പഴയ ഖുറാഫാത്തുകൾ അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കാണ്. ഇവർ വളരെ പുരോഗതി നേടി. ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കള്ളനെ പഠിച്ച കള്ളനായി എന്നല്ലാതെ ഖുറാഫി ഡോക്ടറായിട്ട് എന്താ കാര്യം? ഖുറാഫി എഞ്ചിനീയർ ആയിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കറാമത്തിന്റെ പേരിൽ
അങ്ങനെ പറഞ്ഞ് പ്രശംസിച്ച് കാന്തപുരത്തെ വിഗ്രഹവൽക്കരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ സ്വപ്നജീവി നമ്മളെ പകര മുഹമ്മദ് ഹസനി പറയാണ്, കാന്തപുരത്തെ കുറ്റം പറഞ്ഞാൽ പറഞ്ഞ നാവിൻ്റെ ബർക്കത്ത് പോവും, അത് കേട്ടാൽ ചെവിൻ്റെ ബർക്കത്ത് പോവും, അത് കണ്ടാൽ കണ്ണിൻ്റെ ബർക്കത്ത് പോവും. ഇത് വിശ്വസിച്ചാണ് കേട്ടോളെ അയാൾ പറയണത്. AP ഉസ്താദിൻ്റെതായാലേറെ എനിക്ക് പറയാനുണ്ട്. അത് കേൾക്കുന്നവർക്ക് പലർക്കും ഭയങ്കര ഏറെയാണ് അത് കേൾക്കുന്നത്. പക്ഷെ ഞാനത് ഏറെ പറയണം നമ്മൾ സഹോദരന്മാരെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളാണ് അവരൊക്കെ. നമ്മൾ അങ്ങനെ അവരൊക്കെ മനസ്സിലാക്കേണ്ടത്. പഠിച്ചോനെ പേടിയാണ് അവരെ പറ്റി പറയുമ്പോൾ. വലിയ വലിയ മഹാന്മാരാണ് അവരൊക്കെ. നമ്മൾ ഈ ബാഹ്യത്തിൽ കാണുന്ന സ്വഭാവമൊന്നുമല്ല അവരുടെ ഉള്ളു. വലിയ മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട CP അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അള്ളാഹുവിന്റെ ഖബർ സ്വർഗമാക്കട്ടെ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഖാജാ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടത്രേ. അദ്ദേഹം ഖാജാ തങ്ങളോട് അജ്മീറിൽ നിന്ന് ചോദിച്ചു, AP ഉസ്താദിന്റെ സ്റ്റേജ് ഏതാണെന്ന്. എന്നോടത് CP ഉസ്താദ് തൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ. അപ്പൊ ഖാജാ തങ്ങൾ പറഞ്ഞത്രേ, റുക്കുനും മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു നെടുന്തൂണാണ്. അപ്പോൾ CP ഉസ്താദ് തിരിച്ചു ചോദിച്ചത്രേ, പറഞ്ഞത്രേ, അത് ഞങ്ങൾക്കറിയാം, അതല്ല ചോദിക്കുന്നത്, സൂഫിയാക്കളെ രംഗത്ത് വല്ലതിലും AP ഉസ്താദുണ്ടോ, ഞങ്ങളെ ഉസ്താദുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖുന എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഹാജാതങ്ങൾ പറഞ്ഞത്രേ, പിന്നെ അതെ, ഔലിയാക്കളെ ഒരു ശൂറയുണ്ട്, ഒരു സംഘമുണ്ട്, അതിലൊരു മെമ്പറാണ് നിങ്ങളുടെ ഷെയ്ഖുന. മനസ്സിലാക്കണം. ഇവരെ സംബന്ധിച്ചൊക്കെ വേണ്ടാത്തത് കൽബിൽ വന്നാൽ അതേ സ്വഭാവം നമ്മൾ ചെയ്യുമെന്ന് ഓർക്കണം. ഉസ്താദിനെ സംബന്ധിച്ചൊക്കെ പലതും എഴുതുന്നവരും പറയുന്നവരും പ്രസംഗിക്കുന്നവരുമുണ്ട്. അത് കേട്ടാൽ കാതിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും, വായിച്ചാൽ കണ്ണിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും, പറഞ്ഞാൽ നാവിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും. എന്തേ ബർക്കത്ത് നഷ്ടപ്പെട്ടുണ്ടാകുക? അത് ഈക്കക്കാരെ പേടിപ്പിക്കുകയാണ്. ഓല് പേടിച്ചോളൂല്ലോ. കാന്തപുരം വലിയ വലിയാണ്, റുക്കനും മിൻ അർക്കാനിൽ ഔലിയാണ്, ഔലിയാക്കളെ ലോകശൂറയിലെ മെമ്പറാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഈ രൂപത്തിൽ വ്യക്തി പൂജ, അയാളെ വിഗ്രഹവൽക്കരിച്ചിട്ട് ഇയാൾക്ക് ആകെ പണി കറാമത്ത് പറയല. ഇപ്പൊ കേട്ടില്ലേ, കണ്ടാൽ കണ്ണിന്റെ വർക്കത്ത് പോവും, കേട്ടാൽ കാതിന്റെ വർക്കത്ത് പോവും. ഇനി ഇയാളൊരിക്കൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പള്ളിയിൽ നിന്ന് ഇഖാമത്ത് കേട്ടു. അപ്പൊ ഇയാൾക്കൊരു കഥ ഓർമ്മ വരും, ഇഖാമന്റെ കഥ. കേട്ടോളി. ഇഖാമത്താണ്. നമ്മളെ ജിദ്ദയിലുണ്ട് ഒരു സെയ്ദൽവിയിൽ, ഇവിടെ ഉണ്ടാവുമോ ഒരു വർഷം മുമ്പ്, കുണ്ടൂർ സാഹിന്റെ ആളാവും. ഒതുക്ക് കോളേജിന്റെ വേണ്ടി ഓടി നടക്കുന്ന ഒരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇഖാമ നഷ്ടപ്പെട്ടു. ഇഖാമത്ത് കൊടുത്തപ്പോൾ ഓർമ്മ, ഇഖാമ നഷ്ടപ്പെട്ടു. എന്നോട് മൂപ്പര് തന്നെ പറഞ്ഞ, കുണ്ടൂർ ഉസ്താദ് ജിദ്ദയിൽ വന്നു. ഉസ്താദിന്റെ ജീവിതമൊക്കെ ഒരു രസകരമായ വലിയൊരു കാര്യമുള്ള ജീവിതമാണല്ലോ. അല്ലോ ഒത്തിരി ഒരു എന്താണ് എളിമയുള്ള ജീവിതം, ഒന്നും ഒരു കനല്ല, എന്നാൽ എല്ലാ കന അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ ചെന്നിട്ട് എൻ്റെ ഇക്കാമ നഷ്ടപ്പെട്ടിക്കണ് ഉസ്താദേ. അങ്ങനെ ഇപ്പോൾ ഒരാൾ പറയുമ്പോൾ എനിക്ക് ഇക്കാമ ശരിയാകാൻ വേണ്ടി ഇത് ആർക്കണോ അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും വഴി ഉണ്ടാക്കി തന്നെ എന്നല്ലേ. കുണ്ടൂർ ഉസ്താദ് ഉടനെ തന്നെ ഒരു കടലാസ് എടുക്കാൻ പറഞ്ഞു. ചെയ്തൽവേല എന്നോട് പറയാം, മൂപ്പര് കുണ്ടൂർ ഉസ്താദ് എഴുതുക, അൽ ഇഖാമത്തു സുന്നത്തുൽ റിജാലി വന്നിസാ ഫാഖിം യാ സയ്യിദലവി ബിഗൈരി ഖൗഫി സുൽത്താനിൻ വലാ ശൈത്താൻ. അൽ ഇഖാമത്തു, ഇഖാമത്ത് എന്നുള്ളത് സുന്നത്താണ്. ഇഖാമ സുന്നത്തേ ഉള്ളൂ, ഇഖാമത്ത് കൊടുത്തില്ല പോ. ഇഖാമ അത് ഈ ഇഖാമാണ് ഇപ്പൊ മൂപ്പര് പറയണത്. അതോടുകൂടെ മൂപ്പരെ നാവിലെ അനക്കത് സുന്നത്തുള്ള നിർബന്ധമൊന്നും ഇല്ല എന്ന് അതിൽ അർത്ഥമുണ്ട്. അൽ ഇഖാമത്ത് സുന്നത്തുൽ റിജാലി വന്നിസാ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സുന്നത്തുള്ള ഒരു കാര്യമാണ് ഇഖാമത്ത്. അത് സുന്നത്തുള്ളൂ, നിർബന്ധമില്ല. അതുകൊണ്ട് ഫാഖിം യാ സയ്യിദൽവി നീ ജിദ്ദയിൽ നിന്നോ മിൻ ഗൈരി ഖൗഫി സുൽത്താനിൻ വലാ ശൈത്താൻ, ശൈത്താന്മാരും പേടിക്കണ്ട സുൽത്താന്മാരും പേടിക്കണ്ട. ഈ ഇഖാമന്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ ഒരു കൊല്ലം ഒരു പ്രശ്നവുമില്ല, ഒരു ചെക്കിങ്ങും ഇല്ല നടന്നു നിന്നോട് സയ്യിദൽവിയിലേര് പറഞ്ഞു. അയാളൊരു കാർ ഓട്ടിയിട്ട് ഇങ്ങനെ പിരിവിനടക്കല, ജോലിന്റെ ടൈം കഴിഞ്ഞാൽ എത്ര പോരെ ചെക്കിങ് വരും. ഉസ്താദിന്റെ കറാമത്താണ്. അതുപോലെ ഇഖാമത്ത് സുന്നത്താണ്, ഇഖാമത്ത് സുന്നത്താണ്. ഏതായാലും നിർബന്ധമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇഖാമത്ത് കേട്ടോ നിസ്കരിക്കാൻ പോവല്ല, കഥറിഞ്ഞു ഒത്തിരിക്കുക. അവിടെയും പറഞ്ഞു കുണ്ടൂരിന്റെ കറാമത്ത്. കണ്ടങ്ങള് പള്ളീന്റെ തൊട്ടടുത്തായിട്ടാണല്ലോ പോയി ഇഖാമത്ത് കേൾക്കണത്. എന്നിട്ട് മൂപ്പര് ഇഖാമത്തിന്റെ കഥ പറഞ്ഞിട്ട് എന്താ, ഇഖാമത്ത് സുന്നത്തും എഴുതി കൊടുത്ത കടലാസും കൊണ്ട് ഒരു കൊല്ലം ജിദ്ദയിൽ പോലീസ് പിടിച്ചാതെ, ഒരു കടലാസും ഇല്ലാതെ എത്ര ആളുണ്ട് അവിടെ. അത് പാര കറാമത്ത. അപ്പൊ ഇതൊക്കെ വലിയ കറാമത്തായി വിശ്വസിച്ച് നടക്കുന്ന ഒരു കൗമ് അവിടെ ഉണ്ട്.
എമ്പാടുണ്ട്. സുഹൃത്തുക്കളെ, ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മുസ്ലിയാക്കന്മാരും ഔലിയാക്കന്മാരും കറാമത്ത് പറഞ്ഞ് പൊന്തിച്ച് ഈ വ്യക്തി പൂജയിലേക്ക് നയിക്കുക. ഈ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകൾ പറയുന്ന മുസ്ലിയാക്കന്മാരെ പറ്റി ആളുകൾക്കിടയിൽ വമ്പിച്ച മതിപ്പും ബഹുമാനം ഉണ്ടാക്കുക. അങ്ങനെ ഈ ഖുറാഫാത്തുകളെ അരക്കെട്ടുറപ്പിക്കുക. ഉസ്താദന്മാരെ വിഷത്തെക്കുറിച്ച് മൂപ്പര് പറയുന്നുണ്ട്. ഒരിക്കല് ഒരു ഉസ്താദിനെ പാമ്പ് കടിച്ച് പാമ്പ് ചത്തു. ഉസ്താദിന്റെ വിഷം അതാണ് ദർസ് നടത്തുമ്പോൾ ബാത്റൂം കക്കൂസിന്റെ സൗകര്യങ്ങളില്ലാത്ത കാലത്ത് ഒഴിഞ്ഞ കുറ്റിപ്പൊന്തകളിലേക്ക് നീങ്ങിയിരുന്ന കാലത്ത് രാത്രിയിൽ ഉസ്താദ് കക്കൂസിൽ പോയി വരുമ്പോൾ ഉസ്താദിനൊരു മൂർഖൻ പാമ്പ് കടിക്കുകയാണ്. ഉടനെ തന്നെ മരിക്കുന്ന വിഷമുള്ള ഈ പാമ്പ് കടിച്ച ഉടനെ ഉസ്താദ് അനാരം പിടിച്ചുകൊണ്ട് വരികയാണ്. ശിഷ്യന്മാരോട് പറയുന്നു, എന്നെ ഒരു പാമ്പ് കടിച്ചിട്ടുണ്ട്, ഞാൻ അതിനൊരു തട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കുക. ചെന്നു നോക്കുമ്പോൾ ആ പാമ്പ് ഉസ്താദിന്റെ വിഷമേറ്റ് ചത്തിരിക്കുന്നു. അപ്പൊ മൂർഖരെക്കാളും വിഷമുള്ള ഉസ്താദുമാരാണ് സമസ്തയിലുള്ളത്. സുഹൃത്തുക്കളെ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ചിരിക്കാൻ വേണ്ടി തമാശക്ക് പറഞ്ഞല്ല. ഇങ്ങനത്തെ ഒരു ഖൗമ് ഇവിടെ വളർന്നു വരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ മുസ്ലിയാക്കന്മാർ പറയുന്നതൊക്കെ ചങ്ക് തൊടാതെ വിഴുങ്ങി ഇതൊക്കെ ഉസ്താദുമാരുടെ കറാമത്തായി മനസ്സിലാക്കി ആ ഉസ്താദുമാർ പറയുന്നതൊക്കെ ദീനിന്റെ വലിയ കാര്യങ്ങളായി കൊണ്ട് നടക്കുന്ന ഒരു ഖൗമ് ഈ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. ഓല് ലോകം മാറിയത് അറിഞ്ഞിട്ടില്ല, ഓർക്ക് ദീനിനെ കുറിച്ച് ഒരു വിവരമല്ല, ദീനിനെ കുറിച്ച് അവർ പഠിക്കുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല. അവരിലേക്കാണ് നമ്മുടെ തൗഹീദിന്റെ ദഅവത്ത് എത്തിച്ചു കൊടുക്കേണ്ടത്. അവരിലേക്കാണ് ബിദ്അത്തിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നാം എത്തിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് വിശ്രമിക്കാൻ സമയമായി ില്ല. നമുക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, ആ പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കെ തന്നെ നമുക്ക് ഈ തൗഹീദിന്റെ ദഅവത്തുമായി എല്ലാ സ്ഥലങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഇവരുടെ വയല് കേട്ട് തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകൾക്ക് വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും പറഞ്ഞു കൊടുത്ത് ഈ ഖുറാഫാത്തിൽ നിന്ന് അവർ രക്ഷിക്കേണ്ടതുണ്ട്. തനിച്ച ശിർക്ക് ഈ നാട്ടിൽ അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത്. എത്ര പുസ്തകങ്ങളാണ് ഇറക്കുന്നത്? 10-12ഓളം പ്രസിദ്ധീകരണങ്ങൾ ഭൂമി മലയാളത്തിൽ വാരികയായും മാസികയായും അവരിറക്കിക്കൊണ്ടിരിക്കുന്നു. ആയത്തും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത് ഇസ്ലാമിക ചരിത്രത്തെ കോട്ടിമാറ്റി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മഷി പുരട്ടിയ വിഷങ്ങൾ ഇതാ കേരളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രതികരിക്കാൻ ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എല്ലാവരും ഓരോന്നായി ഒഴിഞ്ഞു. മടവൂരികൾക്ക് ഇപ്പം ഇതിന് സമയമല്ല. നവമടവൂരികളെ സംബന്ധിച്ച് അവർക്കിപ്പോൾ എന്താ പണി? അവർക്ക് KNM പ്രവർത്തകനെ പേര് ശിർക്കാരോപിക്കണ പണിയാ. അതാണ് അവരുടെ പ്രധാന ഡ്യൂട്ടി. വേറൊരു ഡ്യൂട്ടി അവർക്കില്ല. അതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീന് ഈ കൂട്ടാതെ കുറക്കാതെ ഉൾക്കൊള്ളേണ്ട ഈ ഒരു പ്രസ്ഥാനം, അത് പ്രചരിപ്പിക്കേണ്ട ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ആരായാലും ശരി, അവർക്കെതിരിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കണ്ണുനീരാണിത്. നിങ്ങൾക്കറിയോ, തിരുവനന്തപുരത്ത് വെച്ച് പ്രവർത്തകന്മാർ ചോദ്യം ചോദിച്ചു. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് അന്ന് ചോദ്യം ചോദിച്ച അബ്ദുറഹ്മാൻ, 2009 ചോദ്യം ചോദിച്ച അബ്ദുറഹ്മാൻ തിരുവനന്തപുരത്ത് വീണ്ടും വന്നു. പക്ഷെ അബ്ദുറഹ്മാൻ സലഫി ഉണ്ടായിരുന്നില്ല. ഹനീഫ് കായക്കൊടിയും അനസ് മുസ്ലിയാരും അഹമ്മദ് അലി മദനിയും TP ഉള്ളിടത്ത് ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അന്ന് എനിക്ക് സലഫി തന്ന മറുപടി അവസാനം എന്താണ്? കാര്യകാരണബന്ധത്തിനതീതമായ സഹായം ചോദിക്കൽ, അതാണ് ശിർക്ക്, അത് ഇതിൽ വരുന്നില്ല. ഇതല്ലേ സക്കരിയ സലാഹി പറഞ്ഞിട്ടുള്ളൂ. ആർക്കും ഇവിടെ ജിന്നുകളോട് തേടാമെന്ന് വാദമെന്നിരിക്കെ എന്തിനാണ് നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ തകർക്കുന്നത് എന്ന് ചോദിച്ച വികാര നിർഭരമായ ഒരു രംഗം അതുകൂടി കണ്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതൊന്ന് കാണിക്കണം നിങ്ങൾ. സഹോദരങ്ങളെ, നിങ്ങളവിടെ ഇരിക്കുക. നമ്മൾ ഈ പറഞ്ഞ ചോദ്യമാണ് മുജാഹിദുകളെ നമ്മളിൽ പാലിച്ചിരിക്കും. ഞാനിപ്പോ പറയുന്നത് ന്യായമാണ്. അത് നിങ്ങൾ നമ്മുടെ ഭാഗത്താണ് തെറ്റാണ്. കാരണം എന്താ, നമ്മൾ മുജാഹിദുകളെ ക്ഷമിക്കണം എന്ന് നമ്മളിങ്ങനെ സത്യം എനിക്ക് ചോദിക്കാം. ഞാൻ ചോദിച്ചത് അവരെ സംബന്ധിച്ചല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നിരിക്കുക, സത്യം വിജയിക്കുക, പരസ്യം വിജയിക്കുക ഉറപ്പാണ്. സത്യം താക്കാൻ വിജയിക്കും, അസത്യം താക്കാൻ പരാജയപ്പെടുന്ന ഉറപ്പാണ്. ഞാനിവിടെ ചോദിച്ച ചോദ്യം മനസ്സിലാക്കാൻ ശരിയല്ല, സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ എനിക്ക് ചിത്രയിൽ വെച്ച അറുപത് മറുപടി, ആ മറുപടി എനിക്ക് രണ്ട് ഡൗട്ടാണ്. ഒന്നിപ്പോ അദ്ദേഹം പറഞ്ഞിട്ട് ലേഖകൻ പിന്നീട് അത് തിരുത്തിയ സാധ്യത പറഞ്ഞിട്ടുണ്ട്. അത്
അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്നത് അതാണ് ശിർക്ക്. ഇത് അതിൽ വരുന്നില്ല എന്നാണ് അബ്രഹ്മസഭി കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതിന് നേരത്തെ അനസ്മോളിയും പറഞ്ഞു ഭൗതികമായ വിഷയം. മുമ്പ് നമ്മൾ ഇവിടെ നടന്നത് ക്ലിപ്പിംഗ് കേൾപ്പിക്കാൻ സൗകര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്ന അതാണ് ശിർക്ക്. എന്നാൽ ഈ ഞാൻ ചോദിച്ചത് ഇബാദത്ത് അയ്യൂനി എന്ന ഹദീത്ത് ഇത് ഇല്ല. ഇതാണല്ലേ സക്കീർ സ്വലൈഹി പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം ബോധ്യമാണ്. എന്താ സക്കീർ സ്വലൈഹിക്ക് വാദമില്ല, നമ്മുടെ കേരളത്തിൽ വാദമില്ല, നമുക്ക് ആർക്കും വാദമില്ല, ജിന്നിനോട് തേടാമെന്ന്. എങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകൂടെയാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ നമ്മളെന്തിനാ പിരിക്കുന്നത്? ഈ നമ്മൾ ശ്രേഷ്ഠമായ പ്രസ്ഥാനത്തെ എന്തിനാ മനസ്സിക്കുന്നത്? അതുപോലെ ഇവിടെ സംഘടന ആര് മറുപടി പറയാൻ അവസാനം പറയാൻ സത്യം ചെയ്തിട്ടില്ല പോകരുത്, സത്യം ചെയ്തിട്ടില്ല പോകുന്നത്. കണ്ടോ നമ്മുടെ പ്രവർത്തകർ എന്തുമാത്രം വേദനിക്കുന്നു, വിഷമിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓരോ പ്രദേശത്തും മുജാഹിദ് പ്രവർത്തകർ ഇതുപോലെ വേദനിക്കാണ്. ഇല്ലാത്ത കള്ള ആരോപണങ്ങൾ പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഭിന്നിപ്പിച്ച് ചിത്രിപ്പിച്ച് വെറും KNM ഇലക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പുതിയ വിവാദ വിഷയം, പരസ്പരം ശിർക്കാരോപിക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫിയും കോക്കസും കണ്ടുപിടിച്ച ഈ ഒരു ശിർക്കാരോപണം ഇന്ന് അവിടെ എത്തി നിൽക്കുന്നു. മുജാഹിദുകളെ പരസ്പരം ചേരിതിരിച്ചു. എന്നിട്ട് അവസാനം പറയാണ് എല്ലാവരും കൂടി ഞങ്ങൾക്ക് അങ്ങനെ വാദല്ല. കൂടെ കൂടിയവരൊക്കെ ഒന്ന് മുറിഞ്ഞില്ലപ്പോ എന്തിനാ നിങ്ങൾ ഇതുകൊണ്ട് നടന്നത്? എന്തിനാണ് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ഭിന്നിപ്പിച്ചത്? എന്തിനാണ് ആളുകളെ തമ്മിൽ തല്ലിച്ചത്? അപ്പൊ സുഹൃത്തുക്കളെ, ഈ കാപട്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിശദീകരണവുമായി ഇറങ്ങിയപ്പോ എന്തൊക്കെ തടസ്സങ്ങളാ. പോസ്റ്റർ കീറുക, പെർമിഷൻ മുടക്കുക, കുട്ടികൾ പോകണ്ടെന്ന് പറയാ, കോളേജിൽ നിന്ന് പോയ കുട്ടികൾക്ക് ഫൈന് അല്ലേ. ഇപ്പൊ അവസാനം സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. സക്കരിയ സലാഹിയുടെ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റ് കൊടുക്കണം മണ്ഡലം സെക്രട്ടറി. ഇവിടെ ഉണ്ടാവും ചാരന്മാര് വന്നിട്ട് ഇങ്ങനെ പേരെഴുതിരിക്കണം. എവിടെ എത്തി നിങ്ങളെ അവസ്ഥ? സഹകരിച്ചവരെ ലിസ്റ്റ്. എന്താ സഹകരിക്കാന്ന് പറഞ്ഞാ കേൾക്കാൻ പോലെ സഹകരിക്കലാ? മൈക്ക കെട്ടലാ സഹകരിക്കല്? അതോ പൈസ കൊടുക്കലോ? അതോ സ്റ്റേജിൽ കൂടെ ഇരിക്കലോ? അതോ ചായ കൊടുന്നെടുക്കലോ? നിങ്ങൾ വ്യക്തമാക്കണം എന്താ സഹകരിക്കല്. ഇത് പറഞ്ഞ എല്ലാ സഹകരണവും മറ്റു പല പരിപാടിക്കും നമ്മൾ ചെയ്യണതാ. കേൾക്കാൻ നമ്മൾ പോകലുണ്ട്. ചിലപ്പോൾ നമ്മൾ സംഭാവന ചോദിച്ചാൽ പല പരിപാടിക്കും സംഭാവന കൊടുക്കലുണ്ട്. ചിലപ്പോൾ വന്ന മൗലവിക്ക് നമ്മളെ പരിപാടി ഇല്ലെങ്കിൽ ഒരു ചായ നമ്മൾ വാങ്ങിക്കൊടുക്കലുണ്ട്. അപ്പൊ ഇതൊക്കെ ആണോ? ഏതാ ഇപ്പൊ ഇതിന് സഹകരണം എന്ന് പറഞ്ഞത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവരെ ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്ത് സഹകരണങ്ങൾ ഉദ്ദേശിക്കുന്നത്? സുഹൃത്തുക്കളെ, ഇവര് ഈ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുജാഹിദികൾക്ക് മനസ്സിലായി ഇവരൊക്കെ എന്തോ തകരാറുണ്ട്. അല്ലെങ്കിൽ പോകരുത് കേൾക്കരുതെന്ന് മുജാഹിദികൾ പറയലുണ്ടോ? പോണം, കേൾക്കണം, എന്നിട്ട് അതിലെ പൊള്ളത്തരം മനസ്സിലാക്കണം, എന്നിട്ട് സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ മൂല്യര് പറഞ്ഞു കേട്ടില്ലേ പൊള്ളത്തരം എന്ന് പറഞ്ഞു കൊടുക്കണം എന്നാ നമ്മൾ പറയലുള്ളത് അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഈ രീതിയിൽ അധപ്പതിച്ചു പോയി ഇവര്. ഞാൻ പ്രസംഗിക്കുന്നത് ശിർക്കോ കുഫറോ നിർമ്മതവാദമോ യുക്തിവാദമോ നിരീശ്വരവാദമോ ആണെങ്കിൽ നിങ്ങൾ ആളുകളെ തടഞ്ഞോളൂ, പ്രശ്നമല്ല. ഞാൻ പറഞ്ഞതിൽ അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായി എന്തുണ്ട് നിങ്ങൾ തെളിയിക്കണം. ഞാൻ പ്രസംഗിച്ചതിന്റെ കാസറ്റ് ഉണ്ട്. നിങ്ങളെ മാതിരി കാസറ്റ് ഇറക്കാൻ പേടി ഞങ്ങൾക്കില്ല. ഇപ്പൊ കാസറ്റ് ഇറക്കുന്നില്ല. ഞങ്ങൾ പ്രസംഗിച്ചതിന്റെ CD ഓരോന്നും വഴിക്ക് വഴിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഖുർആനിനെതിരെന്താണ്, ഹദീസിനെതിരെന്താണ്, സലഫുകളെ നടപടിക്കെതിരെന്താണ്, അത് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിന്റെ മറുപടിയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതല്ലേ മാന്യത. അല്ലാതെ കേൾക്കാൻ പോകരുത് എന്ന് പറയലാണോ?
ഞാൻ മുബത്തദിയാണോ, ഞാൻ കാഫിറാണോ, ഞാൻ സിന്ദീഖാണോ, എന്റെ പ്രസംഗം കേൾക്കാൻ പാടില്ല എന്ന് പറയാൻ എന്തടിസ്ഥാനത്തെ അങ്ങനെ സർക്കാർ ഇറക്കുന്നത്? ഇവിടെ ഹുസൈൻ മടവൂരി പോയി സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് സംഘടനയുടെ സ്ഥാപനങ്ങൾ പലതും ഇന്നും അവരെ കൈവശമാണ്. അവരെ പ്രസംഗം കേൾക്കാൻ പോയത് സർക്കാർ ഇറക്കിയിട്ടുണ്ടോ? ചേകനൂർ തനിച്ച മതനിഷേധത്തിലേക്ക് പോയി ചേകനൂരിന്റെ പ്രസംഗം കേൾക്കാൻ പോയത് സർക്കാർ ഇറക്കിയിരുന്നോ? നിങ്ങളെ ഗതികേടാണിത്, നിങ്ങളെ ഗതികേടാണ്. ഹക്കിന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഇനിയും നിങ്ങൾ മാനം കെടും. സക്കരിയ സലാഹിയ മാനം കെടുത്താൻ വേണ്ടി, ചില മുജാഹിദ് പ്രവർത്തകരെ മാനം കെടുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്ത ചെയ്തികൾ ഇന്ന് മൊത്തം പ്രസ്ഥാനമാണ് മാനം കെട്ടത്. ചില്ലിൻ കൂട്ടിലിരുന്ന് കാറിൽ നിന്ന് ഓഫീസിലേക്ക് കയറി തറക്കല്ലിടാനും ഉദ്ഘാടനത്തിൽ നടക്കുന്നവർക്ക് സാധാരണ പ്രവർത്തകന്റെ വികാരം അറിയില്ല. അവരിന്ന് എതിരാളികളുടെ മുമ്പിൽ എന്തുമാത്രം പരിഹസിക്കപ്പെടുന്നുവെന്ന് ഈ നേതൃത്വത്തിനറിയില്ല. കാരണം അവർ സാധാരണ പ്രവർത്തകരെ വികാരം മനസ്സിലാക്കിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഈ പ്രസ്ഥാനം നമ്മുടേതാണ്. ഇതൊരു കോക്കസിന് വേണ്ടി തീരെഴുതി കൊടുക്കാൻ പറ്റില്ല. ഈ പ്രസ്ഥാനം ഇവിടെ തകരാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ ബദറിൽ പറഞ്ഞതുപോലെ ഈ കൊച്ചു സംഘം ഇവിടെ നശിപ്പിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന ഒരു സംഘം ഈ നാട്ടിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കണ്ണും കാതും തുറന്നു വെച്ച് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നവരെ തിരിച്ചറിയാൻ രംഗത്ത് വരേണ്ടതുണ്ട്. പേടിച്ചു മാറിയിരുന്നു. നമ്മളൊക്കെ സംഘടനയ്ക്ക് എന്തെങ്കിലും പറ്റും, സംഘടനയിൽ ഒരു പ്രശ്നം വരുന്നെന്ന് കരുതി ക്ഷമിച്ചും സഹിച്ചുമാണ് നമ്മളൊക്കെ ഇത്രയും കാലം കഴിച്ചു കൂട്ടിയത്. ഇനി നാം ക്ഷമിച്ചുകൂടാ, ഇനി നാം പ്രതികരിച്ചേ പറ്റൂ. തിരുവനന്തപുരത്തെ പ്രവർത്തകർ കണ്ടില്ലേ, അവര് പ്രതികരിച്ചു, അവർ വ്യക്തമായി പ്രതികരിച്ചു. അവസാനം സ്റ്റേജിൽ കയറി പറഞ്ഞു, നിങ്ങളെ സത്യം ചെയ്തിട്ട് ഇവിടുന്ന് പോകാവൂ. സക്കരിയ സലാഹി പറയുന്നു, അദ്ദേഹം പറയുന്നു സത്യമാണ്, നാണയിട്ട് അള്ളാഹിനെ പിടിച്ച് പറയുന്നു. മുജാഹിദ് ബാലുശ്ശേരി ബൈലക്സിൽ സത്യം ചെയ്തു. നിങ്ങൾക്ക് സത്യം ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നാ ചോദിച്ചത്. കണ്ടോ, പ്രവർത്തകരാണ് ഇതൊക്കെ, കാര്യം മനസ്സിലാക്കിയ പ്രവർത്തകരാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ കാപട്യം നിങ്ങൾ തിരിച്ചറിയണം, ഇവരുടെ പൊളിറ്റിക്സ് നിങ്ങൾ തിരിച്ചറിയണം, ഇവരെ കുതന്ത്രം നിങ്ങൾ തിരിച്ചറിയണം. ഈ ആദർശ പ്രസ്ഥാനത്തെ രക്ഷിക്കുവാൻ നാം ഓരോരുത്തരും ഉണർന്നിരിക്കേണ്ട, ജാഗ്രത പുലർത്തേണ്ട സന്ദർഭമാണിതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീനിനെ ഒരു കൂട്ടർ തെറ്റിദ്ധരിപ്പിക്കുകയും ഷെയ്ഖ് മൗലവിയെ പോലെയുള്ള മുഖലിസീകളായ ആളുകൾ ഉണ്ടാക്കിയ ഈ സംഘടനയെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുകയും എതിരാളികൾക്ക് ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന ഈ കോക്കസിനെ, ഈ മൂവർ സംഘത്തെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളാണ്. നാളെ അറഫ നോമ്പാണ്. ഇന്ന് ഹാജിമാർ മിനായിലേക്ക് പോയ സന്ദർഭമാണ്. നിങ്ങൾ ബന്ധപ്പെട്ടവരെ വിളിച്ചു പറയണം, ഈ പ്രസ്ഥാനത്തിന്റെ, ഈ ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ച് ഹാജിമാർ പ്രാർത്ഥിക്കട്ടെ. ആരാണ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനും ഈ ആദർശത്തെ തകർക്കാനും ശ്രമിക്കുന്നതെങ്കിൽ അവർക്ക് അള്ളാഹു പരാജയം നൽകട്ടെ, അവർക്ക് ഈ ദുനിയാവിൽ പരാജയം നൽകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹാജിമാരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുക. ഇത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹുവിന്റെ ദീനിനെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും മാറ്റി നിർത്തി വെട്ടിനിരത്താനാണ് ശ്രമിക്കുന്നത്. മുജാഹിദ് ബാലുശ്ശേരിക്കെതിരിൽ ഇപ്പൊ സർക്കുലർ വന്നിരിക്കുക. മുജാഹിദ് ബാലുശ്ശേരിക്ക് തൗഹീദില്ല. അമ്പലത്തിന്റെ മുമ്പിൽ പോയി നിങ്ങൾ ഈ ചെയ്യുന്ന ബിംബാരാധന തെറ്റാണെന്ന് ഉറക്കെ പറഞ്ഞ ഒരു ചരിത്ര പുരുഷനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തൗഹീദില്ല എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് അബദ്ധങ്ങൾ ഉണ്ടാകാം, പ്രയോഗങ്ങളിൽ തെറ്റുണ്ടാകാം, അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ അവിവേകമുണ്ടാകാം. ചെറുപ്രായക്കാരനല്ലേ, വിളിച്ചുപദേശിക്കാം. റമദാൻ കഴിഞ്ഞാൽ സമ്മേളന പ്രവർത്തനവുമായി ഇറങ്ങുമെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ കൊണ്ട് ഒപ്പിടിയിച്ചത്. അത് ലംഘിച്ചു നേതാക്കന്മാർ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, നിങ്ങൾ ലംഘിച്ചു, അതുകൊണ്ട് ഞാനും ലംഘിക്കുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ നടപടിയെടുത്തിരിക്കുക. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടത്രേ പലരെയും പുറത്താക്കി ഞാനും എൻ്റെ കെട്ടിയോനും പിന്നൊരു തട്ടാനും എന്നൊരു പമ്പർന്നോള് പറഞ്ഞില്ലേ, അവിടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം, നല്ലവണ്ണം പ്രതികരിക്കണം. ഇനി നാം ക്ഷമിച്ചു നിന്നുകൂടാ. ഇനിയും ക്ഷമിച്ചാൽ ഇവർ നമ്മുടെ തലയും കൂടി എടുക്കും. അവിടേക്ക് അവരെ പോക്ക്. അതുകൊണ്ട് ഗുണ്ടായിസം പോലെ കുറച്ച് പണക്കാരും കുറച്ച് പൊളിറ്റിക്സുകാരും കുറച്ച് വിടുവായുത്തക്കാരും ഉണ്ടായാൽ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാം, ഈ ദഅവത്ത് മുടക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. ആളുകളുടെ ക്ഷമ കൊണ്ടാണ് ഈ കഴിഞ്ഞൊരു വർഷമായി ദഅവത്ത് മുടങ്ങിപ്പോകരുത്. ഇനി ഈ മൂവർ സംഘത്തെ കാത്തു നിൽക്കാതെ നമ്മൾ ഈ ദഅവത്തുമായി മുന്നോട്ട് പോകണം. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. മഥലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ രക്ഷകർത്താക്കളെ, ആരാധ്യന്മാരെ സ്വീകരിച്ച ആളുകൾ, കമസലിൽ അങ്കബൂത്ത്, അവരുടെ ഉപമ എട്ടുകാലിയുടെ ഉപമ പോലെയാണ്. ഇത്തഖദത് ബൈതൻ, ആ എട്ടുകാലി ഒരു വീടുണ്ടാക്കി. വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അങ്കബൂത്ത്, വീടുകളിൽ ഏറ്റവും ദുർബലമായത് എട്ടുകാലിയുടെ വീടാണ്.
ലൗഖാനു യഅലമൂൻ, അവരറിയുന്നവരാണെങ്കിൽ ശിർക്കിനെ ന്യായീകരിക്കാൻ, അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയെ, അല്ലാഹുവല്ലാത്തവർക്കുള്ള നേർച്ച വഴിപാടുകളെ, അങ്ങനെ എല്ലാ ശിർക്കിന്റെ വകഭേദങ്ങളെയും ന്യായീകരിക്കാൻ ദുർബല ന്യായങ്ങളുമായി വരുന്ന ഖുബൂരികളെ തിരിച്ചറിയുകയും അതിന്റെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ തൗഹീദിന്റെ സന്ദേശം അമ്പിയാക്കൾ ഉയർത്തിപ്പിടിച്ച ആ തൗഹീദിന്റെ സന്ദേശം നാം ഉയർത്തിപ്പിടിക്കുക, അതിനായി പരസ്പരം സഹായിക്കുക, സഹകരിക്കുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.